ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾക്ക് അറിയാം, പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. CBSE എക്സാമിനെ സംബന്ധിച്ച് പി ബ്ലോക്ക് എലിമെന്റ്സിന് എന്തൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് വരാനുള്ളത്? പി ബ്ലോക്കിൽ നമ്മൾ ഈ വർഷം പഠിക്കുന്നത് നൈട്രജൻ ഫാമിലി അല്ലെ, 15th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ് ആൻഡ് 18th ഗ്രൂപ്പ് ആണ് നമ്മൾ പഠിക്കുന്നത്. 4 ഗ്രൂപ്പുകൾ പി ബ്ലോക്കിൽ പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ നൈട്രജൻ ഫാമിലിയില് അതിന്റെ ജനറൽ പ്രോപ്പർട്ടീസും നൈട്രജൻ, അമോണിയ, നൈട്രിക് ആസിഡ് എന്ന 3 കോമ്പൗണ്ടുകളും അവരുടെ പ്രത്യേകതകളും ആരൊക്കെയാ നൈട്രജൻ ഫാമിലിയിൽ ശ്രദ്ധിക്കണേ? നൈട്രജൻ, അമോണിയ, നൈട്രിക് ആസിഡ്. പിന്നെ ഉള്ളത് നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ജനറൽ പ്രോപ്പർട്ടീസ് ആണ് അല്ലേടാ, കാണാലോ കാർത്തിക്? യെസ് കെൻ, താങ്ക് യു. അപ്പൊ അത് കഴിഞ്ഞ് അതിനുശേഷം 16th ഗ്രൂപ്പ് അവരുടെ ജനറൽ പ്രോപ്പർട്ടീസ്, അവരുടെ കമ്പാരിസൺ, ഓക്സിജനും ഓസോണും സൾഫ്യൂരിക് ആസിഡ്, ചില ആസിഡുകളുടെ സ്ട്രക്ചർ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ 17th ഗ്രൂപ്പിലെ ഹാലജൻസിലേക്ക് വരുന്നു. ഹാലജന്റെ കോമ്പൗണ്ടുകളെ പറ്റി സ്റ്റഡി ചെയ്യുന്നു, അവരുടെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. ഹൈഡ്രജൻ ഹാലൈഡുകളെ പറ്റിയുള്ള കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ ലാസ്റ്റ് നമ്മുടെ 18th ഗ്രൂപ്പ് വരും. 18th ഗ്രൂപ്പില് നമുക്കറിയാം നോബിൾ ഗ്യാസസ് ആണ്, എന്നിരുന്നാലും അവർ ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വെരി ഗുഡ് ഈവനിങ് ഓൾ, വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ് ക്രിസ് ജോസഫ് ജോൺ, ഹായ്. Yes, anonymous. So, okay, we'll start. And happy Diwali to all. Same to you, women. Okay. അപ്പൊ നമ്മൾ ഇതില് നൈട്രജൻ ഫാമിലി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നൈട്രജൻ ഫാമിലി മെമ്പേഴ്സിനെ നമുക്കറിയാം. ഫാമിലി മെമ്പേഴ്സിൽ ആരൊക്കെയാണ് നൈട്രജൻ ഫാമിലി മെമ്പേഴ്സ്? യു ഹാവ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് ആൻഡ് യു ഹാവ് മോസ്കോവിയം. ഇവരുടെ കോമ്പൗണ്ടുകൾ, ഇവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ജനറലി സ്പീക്കിംഗ്, വാട്ട് അബൌട്ട് ലെറ്റ്സ് സേ, ഇതിപ്പോ ഏത് ഗ്രൂപ്പ് വന്നാലും ശ്രദ്ധിച്ചേക്കണേ, ഏത് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാലും താഴേക്ക് വരുന്നതിനനുസരിച്ച് സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രെഡിക്റ്റബിൾ ആണ്. എങ്ങനെ? വാട്ട് ഹാപ്പൻസ് ടു അറ്റോമിക് റേഡിയസ്? എന്താ സംഭവിക്കുന്നത്? ജനറൽ പ്രോപ്പർട്ടി പറഞ്ഞ ഉടനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് അതിന്റെ തിയറികൾ, ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് വരാട്ടോ. യെസ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ കെൻ? യെസ് അഭിരാമി. അപ്പൊ ഇപ്പൊ ഇവിടെ നടക്കുന്നത് പി ബ്ലോക്ക് എലിമെന്റ്സ് ആണ് അഭിരാമി. അറ്റോമിക് റേഡിയസ്, വാട്ട് ഹാപ്പൻസ് ടു അറ്റോമിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പ്? സൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. സോ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ലടാ, അപ്പൊ സ്വാഭാവികമായിട്ട് അറ്റോമിക് റേഡിയസ് ഓൾസോ ഇൻക്രീസസ്. ഫൈൻ. വാട്ട് ഹാപ്പൻസ് ടു മെറ്റാലിക് ക്യാരക്ടർ? അങ്ങനെ ഇപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് ആൾക്കാരെ ചോദിക്കുകയാണ്, മെറ്റാലിക് ക്യാരക്ടറിന് എന്ത് സംഭവിക്കും? ഓക്കെ, മെറ്റാലിക് ക്യാരക്ടറിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. താഴേക്ക് വരുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. സൈസ് കൂടുകയല്ലേ, സോ മെറ്റാലിക് ക്യാരക്ടർ ഓൾസോ ഇൻക്രീസസ്. വെരി ഗുഡ്. വാട്ട് അബൌട്ട് ദി അയോണൈസേഷൻ എൻതാൽപ്പി? താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു റിമൂവ് ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ഏറ്റവും ദൂരെയുള്ള ഇലക്ട്രോണിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. സോ ലെസ് എനർജി ഈസ് റിക്വയർഡ് ആൻഡ് ഹെൻസ് യു ഹാവ് ലോവർ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇഫ് യു ടോക്ക് അബൌട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി, വാട്ട് ഹാപ്പൻസ്? താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. യെസ്. അപ്പൊ നമ്മൾ +2 വരുന്ന പി ബ്ലോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ CBSE ടേം 1 എക്സാമിനേഷൻ. ഫൈൻ. ഇനി നോക്കിയേ, ആൻഡ് ഓൾസോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇതിൽ എല്ലാവർക്കും അലോട്രോപ്പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ ബിസ്മത്ത് ആൻഡ് മോസ്കോവിയം. ഇവർ രണ്ടുപേർക്കും ഒഴികെ ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ബിസ്മത്തും മോസ്കോവിയും ഉണ്ട്. പക്ഷെ ബിസ്മത്ത് വരെയുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. Because the later one with atomic number 115 is radioactive. The radioactive compounduകൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല. So it has allotropy except bismuth. Ready? Yes. See, one of the most important, ഇതുവരെ പറഞ്ഞിരിക്കുന്ന ജനറൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് അറിയാമോ? It is oxidation states. Oxidation state ആണ്. നിങ്ങൾ പറഞ്ഞേടാ, എന്താണ് oxidation state? What are the common oxidation states for this 15th group elements? Nitrogen family common oxidation state ഏതൊക്കെയാണ്?
ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP3 ആണെന്ന് നമുക്കറിയാം. 15th ഗ്രൂപ്പ് ആണ്. There are 5 electrons where 2 electrons are located in the s orbital and the remaining 3 valence electrons are in the p orbital. NS2 NP3 ല് how will you account for their variable oxidation state? NP3 ആണ്. ഒന്നുകിൽ 3 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത് 3 ഇലക്ട്രോണുകൾ വാങ്ങാം. It can be -3. അല്ലെങ്കിൽ പിയിലുള്ള 3 ഇലക്ട്രോണുകളെ കൊടുക്കാം. It can be +3 or the entire system can be given for +5. 5 വാലൻസ് ഷെല്ലിലുള്ള 5 ഇലക്ട്രോണുകളെയും കൊടുക്കാം. ഓക്കെ, അപ്പൊ സജിക്ക് ഡൗട്ട് വരുന്നുണ്ട് whenever you talk about the allotropy. Actually ബിസ്മത്തിനും മോസ്കോവിയത്തിനുമാണ് allotropes ഇല്ലാത്തത്. നൈട്രോജൻ has got alpha beta allotropes. കേട്ടോടാ? കേട്ടോ സുബി? മനസ്സിലായോ? യെസ്. So there is a correction actually. Nitrogen alpha beta forms available ആണ്. ബിസ്മത്ത് ആണ് ആൻസർ. Okay, yes. അപ്പൊ +3 -3 and +5 are the oxidation states നമുക്ക് വരുന്നുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, you consider the positive oxidation state. അത് ഏതൊക്കെയാ? പോസിറ്റീവ് വാല്യൂ വരുന്നത് +3ഉം +5ഉം. ആൻഡ് ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതിന്ന് വരാനുള്ള ഈ ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, താഴേക്ക് വരുന്നതിനനുസരിച്ച് വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ? കാണിക്കും ദുർഗ. നൈട്രോജന് അലോട്രോപ്പ് ഉണ്ട്. ആൽഫ ബീറ്റ ഫോംസ് ആണ് നൈട്രോജന്റെ അലോട്രോപ്സ്. കേട്ടോ? അപ്പൊ പെട്ടെന്ന് നൈട്രോജന്റെ ഗ്യാസ് ആണെന്നും നൈട്രോജന് മറ്റ് അലോട്രോപ്പുകൾ ഇല്ലെന്ന് പറയെങ്കിലും ദാറ്റ് ഈസ് ആക്ച്വലി റോങ്. Nitrogen has got allotrope. Clear? Yes. So you have to see your options. നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കണം. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാൻ കഴിയും. ഇതാണ് ആക്ച്വൽ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. യെസ്, വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ഡൗൺ ദ ഗ്രൂപ്പ്? താഴേക്ക് വരുന്നതിനനുസരിച്ച് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ആൻഡ് വാട്ട് ഈസ് ദ എഫക്ട് നോൺ ആസ്? Lower oxidation state becomes more stable down the group. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? What is this effect known as? This is your yes. This is your inert pair effect. താഴേക്ക് വരുന്നതിനനുസരിച്ച് s ഇലക്ട്രോൺ ഇനേർട്ട് ആണ്, മടിയന്മാരാണ്. റൈറ്റ്? അപ്പൊ p കഷ്ടപ്പെട്ട് ബോണ്ടിങ്ങിൽ ഉൾപ്പെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 3 മാത്രമേ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുള്ളൂ. s ഇലക്ട്രോണുകൾ കൂടി ഉൾപ്പെടുമ്പോഴാണ് 5 കിട്ടുന്നത്. when s electrons are lazy, you have only p electrons working hard to form the bond, and yes, now that gives you only +3 oxidation state possible. +5 is not possible. അപ്പൊ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. വെരി ഗുഡ്. സോ ഇനർട്ട് പെയർ എഫക്ട് എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. What can be the questions that can be asked from this session? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം? Can you give me the answer? The oxidation state of nitrogen is highest in. നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓരോന്നിലും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതിലാണെന്ന് നിങ്ങൾ പറയണം. ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് കേസ് N3H ആണ്. യെസ്. ആഷ്യൻ ചോദിക്കുന്നുണ്ട് -3 ആണോ +3 ആണോ സ്റ്റേബിൾ എന്ന്. ആഷ്യൻ whenever you consider a compound, ഒരു കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ഫോർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെന്റ്സ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയവർക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞവർക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. Now which oxidation state is actually decided by the bond between 2 atoms? 2 ആറ്റങ്ങളെ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ആരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അതിനനുസരിച്ചിട്ട് പ്ലസും മൈനസും അസൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ ആണോ? അല്ലാതെ -3 and +3 അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ചേഞ്ചസ്. നൈട്രജന്റെ കേസിൽ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി വെരി സ്റ്റേബിൾ. പക്ഷെ താഴേക്ക് വരുമ്പോൾ സൈസ് വലുതാകുമ്പോൾ -3 ഓക്സിഡേഷൻ പോസിബിൾ ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ചേഞ്ചസ് ഫ്രം എ കോമ്പൗണ്ട് ടു അതർ കോമ്പൗണ്ട്. യെസ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഓരോന്നും ചെക്ക് ചെയ്യാം. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പൊ നമുക്കറിയാം നൈട്രജൻ 3 നൈട്രജൻ ഉണ്ട്. അപ്പൊ ഈ 3 നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കൂടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. or x is equal to -1/3. ശരിയല്ലേ? ഒന്നാമത്തെ കേസിൽ നമുക്കത് കിട്ടി.
രണ്ടാമത്തെ കേസ് നോക്കടാ. what do you get? NH3 ആണ്. so you have hydrogen plus 1 NH3, ഹൈഡ്രജൻ പ്ലസ് 1 ആണ്, 3 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് 3, അപ്പൊ നൈട്രജൻ -3 ആയാലേ ടോട്ടൽ 0 ആവുള്ളൂ. സോ നൗ യു ഹാവ് -3. റെഡി? യെസ്. അടുത്ത നോക്കൂ, NH2OH. അപ്പൊ NH2OH എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട് ആലോചിച്ച് നോക്കൂ. ഇതിന് വേണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഈസ് NH3O, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഫൈൻ. And do this, hydrogen plus 1, hydrogen plus 1, oxygen -2. ടോട്ടൽ എത്രയായി? 3 ഹൈഡ്രജന് പ്ലസ് 3യും ഒരു ഓക്സിജന് -2 ആണ്. അപ്പൊ ഒരു +1 ആണ് ചാർജ് ബാക്കി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ ഷുഡ് ബി -1. ശരിയല്ലേ? യെസ് അഭിജിത്ത്, ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. വിസിബിൾ അല്ലേ? യെസ് 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 യെസ്. ആൻഡ് നൗ സീ ദിസ്. when you consider the next one, N2H4, ഒരു ഹൈഡ്രജന് +1 ആണ്, 4 ഹൈഡ്രജന് +4 ആയി. അപ്പൊ നൈട്രജന് -4 വേണം, 2 നൈട്രജൻ ഉണ്ട്, ഒരു നൈട്രജന് -2. and now compare, you have -1/3, -3, -1 and -2, which is the highest. Which is the highest oxidation state? Which is the highest oxidation state? പറഞ്ഞേ. It is -1/3, right? ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദർ ഇസ് എ ചാൻസ് നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകും. സോ ദി ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി -1/3. റെഡി? യെസ്. അപ്പൊ ഋതിക്ക് ചോദിക്കുന്നുണ്ട് ഇനേർട്ട് പെയർ എഫക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ. യെസ് യെസ്, ഐ ആം ദ ബോസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെൽ ഡൺ. ഇനേർട്ട് പെയർ എഫക്റ്റിൽ ഇത്രയേ പറയുന്നുള്ളൂ. എൻ്റെ കയ്യിൽ let's say you have nitrogen, phosphor, I will write them. Nitrogen, phosphorus, arsenic, antimony, bismuth. And you consider you have chlorine. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യാണ് PCl5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ BiCl5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആക്ച്വലി BiCl3 എക്സിസ്റ്റിംഗ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞോ? ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ഇവരുടെ അകത്തിരിക്കുന്നവരൊന്ന് അനലൈസ് ചെയ്യാം. എപ്പോഴും വാലൻസ് ഷെല്ലിലുള്ളവരല്ലേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്? ബിക്കോസ് ഓൺലി വാലൻസ് ഷെൽ ഈസ് എക്സ്പോസ്ഡ് ടു ദി സറൗണ്ടിങ്, സോ ഓൺലി ദേ ക്യാൻ ഫോം ദ ബോണ്ട്. ബട്ട് നൗ കൺസിഡർ ദി ഇന്നർ ഇലക്ട്രോൺസ്. വീട്ടിനകത്തിരിക്കുന്നവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. താഴേക്ക് വരുന്നതിനനുസരിച്ച് യു ഗെറ്റ് D ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് F ഇലക്ട്രോൺസ് ഫിൽഡ് ഇൻ ദ ഇന്നർ കോർ. നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റത്തിന്റെ അകത്ത് പുറമേ ഉള്ളവര് NH2 NP3 ആണെന്നുള്ളത് വിസിബിൾ ആണ്. അകത്തുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ദർ ഈസ് ചേഞ്ച് ഇൻ ദ ഇന്നർ കോർ ഓഫ് ദി ഇലക്ട്രോൺ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ബിസ്മത്തിൽ F ഇലക്ട്രോൺസ് പ്രസന്റ് അല്ലേ? ആൻഡ് F ഇലക്ട്രോൺസ് ആർ പുവർ ഷീൽഡേഴ്സ്. F ഇലക്ട്രോൺസ് കാര്യമായിട്ട് ഷീൽഡ് ചെയ്യില്ല, തടയില്ല. നൗ വാട്ട് ഹാപ്പൻസ്? ന്യൂക്ലിയസിന് നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഈ കളർ ക്ലിയർ അല്ല, ഐ വിൽ ചേഞ്ച് ദി കളർ. ഓക്കെ, ബ്ലാക്ക് വിസിബിൾ ആണ്. ഫൈൻ. what are the other color visible? Red is visible, right? And I will choose a blue also. Okay. Okay na Hridik, are you there? So listen here. നമ്മുടെ കയ്യിലെ സെന്ററിലെ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഈസ് അട്രാക്ടിങ് ദ വാലൻസ് ഇലക്ട്രോൺസ് മോർ ക്ലോസർ ദാൻ അവർ എക്സ്പെക്ടേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നന്നായിട്ട് ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ? സൈസ് വലുതല്ലേ, അപ്പൊ പിന്നെ ന്യൂക്ലിയസ് കാര്യമായിട്ട് അട്രാക്ട് ചെയ്യില്ലല്ലോ. ദിസ് ഈസ് അവർ എക്സ്പെക്ടേഷൻ. ആൻഡ് സീ ദിസ് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. വാട്ട് ഈസ് ഹാപ്പനിങ്? റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നന്നായിട്ട് nucleus is attracting the electrons. And now see this. Valence shellile S ഉം P ഉം electrons ഉണ്ട്. When there is much attraction, it is difficult to remove the electron. ശരിയല്ലേ? When there is much attraction, it is difficult to remove the electron. ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ പിടിച്ചു വലിച്ച് പുറത്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. And see this. NH2 NP3 ലെ S electrons are well attracted, which makes them lazy, inert to take part in bonding. അങ്ങനെയാണ് P ഇലക്ട്രോൺസ് മാത്രം ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്. ക്ലിയർ ആണോ? പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണോ? And I hope that is clear. ഹൃദിക് റെഡി അല്ലേ?
അതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ ഡി ഇലക്ട്രോണുകളും എഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കുന്ന കേസസിൽ വിചാരിക്കുന്നതിനേക്കാളും നല്ല അട്രാക്ഷൻ വരുമ്പോൾ എസ് വാലൻസ് ഷെല്ലിലുള്ള എസ് ഇലക്ട്രോൺസ് മിണ്ടാതെ ന്യൂക്ലിയസിനോട് അട്രാക്ട് ചെയ്തിരിക്കുന്നു. പി ഇലക്ട്രോൺസ് മാത്രമേ റെസ്പോൺസിബിൾ ആവുള്ളൂ. യെസ്, ഫൈൻ, ക്ലിയർ. വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? ദിസ് ഈസ് ഓൾസോ എ സിമിലർ ക്വസ്റ്റ്യൻ, സോ യു ഹാവ് ടു ഗിവ് ദി ആൻസർ ക്വിക്ലി. പറഞ്ഞേ. Which of the following shows the nitrogen in the increasing order of their oxidation state? അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. What do you get? Yes. നമ്മുടെ കയ്യിൽ ഓരോന്നുണ്ട്. N2O, NO, NO2, NO3 minus, NH4 plus. So give me your answer. ഏതാ വരുന്നത്? ഓക്സിജന്റെ കൂടെയുള്ള നൈട്രജൻ ഓരോന്നും ചെക്ക് ചെയ്യണം. N2O, where you get nitrogen is in +1 oxidation state. എങ്ങനെയാ കിട്ടിയത്? ഓക്സിജൻ -2. അപ്പൊ നൈട്രജൻ ടോട്ടൽ +2 തന്നാലേ ന്യൂട്രൽ ആവുള്ളൂ, റൈറ്റ്? യെസ്, ടോട്ടൽ +2 ആണ്. സോ 1 നൈട്രജൻ വിൽ ഗിവ്സ് യു +1. നിങ്ങൾ നിങ്ങളുടെ ആൻസർ പറഞ്ഞോളൂ. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ചൂസ് ഫ്രം ദി ഓപ്ഷൻ, റൈറ്റ്? ഓപ്ഷൻസ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓരോന്നും കണ്ടുപിടിച്ചോളൂ. എങ്ങനെ എഴുതാം? യെസ്, ദിസ് ഈസ് +1. ഫസ്റ്റ് നൈട്രജൻ റെഡി. അടുത്തതിൽ ഓക്സിജൻ -2, അപ്പൊ നൈട്രജൻ +2 ആണ്. Then you have oxygen -2, then nitrogen should be +4. രണ്ട് ഓക്സിജൻ ഉണ്ട്, അപ്പൊ ടോട്ടൽ -4 ആണ്. ടോട്ടൽ +4 ഉണ്ടാവണം. NO3 മൈനസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജൻ -2, അപ്പൊ 3 ഓക്സിജനും -6. ഒരു നൈട്രജന് +6 കൊടുക്കാമോ? നോ, ഇറ്റ് ഷുഡ് ബി +5 ബിക്കോസ് ഒരു നെഗറ്റീവ് ചാർജ് പുറത്തുണ്ട്. ഞാൻ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കണം. നൈട്രജൻ X ആണെന്ന് വിചാരിക്കുക. ഓക്സിജൻ -2, 3 ഓക്സിജൻ ഉണ്ട്. ഒരു നൈട്രജനും 3 ഓക്സിജനും കൂടി ചേരുമ്പോൾ അതിന്റെ ചാർജ് റിമൈൻഡ് വിൽ ബി -1 അല്ലേ? യെസ് 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 യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് x - 6 is equal to -1, x is equal to yes +5. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ്, അപ്പൊ ദുർഗയുടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് അലോട്രോപ്പിയുടെ ക്വസ്റ്റ്യൻ ലൈക്ക് ആസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ യുവർ CBSE നൈട്രജൻ ഡസൻ ഷോ അലോട്രോപ്പ്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് നോക്കിയിട്ട് തീരുമാനിക്കണം. ഇഫ് ദർ ആർ നോ ഓപ്ഷൻ ആസ് നൈട്രജന്റെ ഓപ്ഷൻ ഇല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ബിസ്മത്ത്. ബട്ട് വെൻ യു ഹാവ് an ambiguity between nitrogen and bismuth, go according to your CBSE. കേട്ടോ? യെസ് യെസ്. ഓക്കെ ദുർഗ, റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. ഇത് +5 ആണ്. NH4+ -3 ആണ്. ഇൻക്രീസിംഗ് ഓർഡറിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ -3 ആദ്യം വരണം, പിന്നെ +1, +2, +4, +5. ദിസ് ഈസ് ദ ഇൻക്രീസിംഗ് ഓർഡർ. സോ യുവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. ബി ഈസ് ദി ആൻസർ, റൈറ്റ്? ഇൻക്രീസിംഗ് ഓർഡർ ആയിരിക്കണം. യെസ് യെസ് യെസ്. അപ്പൊ ഇങ്ങനെ നൈട്രജൻ ആയി ബന്ധപ്പെട്ട കോമൺ പ്രോപ്പർട്ടീസ് വരും. അതിനുശേഷമാണ് നമ്മൾ ഇവരുടെ കോമ്പൗണ്ടുകളിലേക്ക് പോകുന്നത്. നൈട്രജനും ഫോസ്ഫറസും ആഴ്സനിക്കും ഒക്കെ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രൈഡുകൾ തരുന്നുണ്ട്. ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനെ തരുന്ന കോമ്പിനേഷൻ ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ബിഫോർ ദാറ്റ് ഐ ടേക്ക് എ പേജ് ആൻഡ് വിൽ റൈറ്റ് ദാറ്റ്. എന്താ എഴുതുന്നത്? ഹൈഡ്രൈഡ്സ്. യു കൺസിഡർ ദി ഹൈഡ്രൈഡ്സ്. നൈട്രജൻ ഹൈഡ്രൈഡ്, നൈട്രജൻ ഫാമിലിയുടെ ഹൈഡ്രൈഡ് EH3 ഫോം ആണ്. NH3, PH3, ASH3, SBH3 and BiH3. And this is very important. Consider the hydride. Okay, അപ്പൊ ഈ ഹൈഡ്രൈഡുകളുടെ കേസിലുള്ള കാര്യം നിങ്ങൾ പറയണം. ഇതിൽ ക്വസ്റ്റ്യൻ ക്യാൻ ബി നമ്പർ 1, bond angle. What happens to bond angle? താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിളിന് എന്ത് സംഭവിക്കുന്നു? ബേസിക്കലി നിങ്ങൾക്ക് NH3യുടെ സ്ട്രക്ചർ അറിയാം. എന്തായിരുന്നു സ്ട്രക്ചർ? പിരമിഡൽ ആണ്. NH3 പിരമിഡൽ ആണ് സ്ട്രക്ചർ. യു നോ ദി സ്ട്രക്ചർ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ബിസ്മത്ത് ആണെങ്കിൽ ബിസ്മത്ത് കുറച്ചുകൂടി വലുതാണ്. ഹൈഡ്രജൻ, ദിസ് ഈസ് BiH3. Now what happens?
സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്നുണ്ട്. താഴേക്ക് വരുന്നതിനനുസരിച്ച് നൈട്രോജൻ ഇസ് ദ സെൻട്രൽ ആറ്റം ഇൻ NH3, BiH3 is the central, bismuth is the central atom in BiH3, right? താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ശരി. There is a lone pair. Lone pair present ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബിസ്മത്തിന്റെ സർഫസ് ഏരിയയിലേക്ക് ലോൺ പെയർ ഇങ്ങനെ ഊർന്നിറങ്ങുന്നതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലൈക്ക് ഒരു കുറച്ച് മണലാണ് അവിടെ, സാൻഡ് ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. ഇവരിങ്ങനെ ഊർന്നിറങ്ങാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുട്ബോളിന്റെ പുറത്ത് കുറച്ച് ഹണി, തേൻ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഊർന്നിറങ്ങുന്നതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഗ്രേറ്റർ ദി സർഫസ് ഏരിയ, മോർ വിൽ ബി ദ സ്പ്രെഡിങ് ഓഫ് ദാറ്റ് വിസ്കസ് ഫ്ലൂയിഡ്, റൈറ്റ്? ശരിയല്ലേ? അപ്പൊ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ലോൺ പെയറിന് വിസ്തരിച്ച് ഡീലോക്കലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റൂലേ, റൈറ്റ്? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ലോൺ പെയർ ഇങ്ങനെ താഴേക്ക് ഡീലോക്കലൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ലോൺ പെയർ അടുത്തേക്ക് വന്ന ബോൺസ് വിൽ റിപ്പൽ, റൈറ്റ്? അപ്പൊ ബോണ്ടുകൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നു. ബോണ്ട് ആംഗിളിന്റെ എന്ത് സംഭവിക്കുന്നത് മാത്രം ഓർത്താൽ മതി. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, ലോൺ പെയർ പ്രസന്റ് ആണ്. അപ്പൊ സർഫസിലേക്ക് ലോൺ പെയർ വരുമ്പോൾ ബോണ്ടുകൾ അടുത്തടുത്തേക്ക് വരുന്നു. ബോണ്ട് ആംഗിൾ ഡിക്രീസസ്. ഇസ് ദാറ്റ് ക്ലിയർ? അല്ല, മീന പറഞ്ഞിരിക്കുന്ന പോയിന്റ് ക്ലിയർ ആണോ? ലോൺ പെയർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ലോൺ പെയർ പ്രസന്റ് ആണ്, അപ്പൊ ലോൺ പെയർ ഊർന്നിറങ്ങും. മറ്റുള്ളവർ പേടിച്ച് അടുത്തടുത്തേക്ക് കൂടി കൂടി നിൽക്കുന്നു. അപ്പൊ ബോണ്ടുകൾ അടുത്തടുത്തേക്ക് വരുന്നു. വാട്ട് ഹാപ്പൻസ്? ബോണ്ട് ആംഗിൾ ഡിക്രീസസ്. ക്ലിയർ? യെസ്. അപ്പൊ ബോണ്ട് ആംഗിൾ ഡിക്രീസസ്, ആ പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. യെസ് യെസ് യെസ്. അപ്പൊ ഇതിന്ന് വരാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ അബൌട്ട് ദി ബോയിലിംഗ് പോയിന്റ്. യെസ്, ക്ലിയർ ആണ്. വാട്ട് അബൌട്ട് ദി ബോയിലിംഗ് പോയിന്റ്? സോ നൗ ലെറ്റ് us see the boiling point. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാട്ട് ഹാപ്പൻസ്? താഴേക്ക് വരുന്നതിനനുസരിച്ച് മാസ് ഇൻക്രീസസ്. മോളാർ മാസ് കൂടുമല്ലോ. മാസ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹെവി ആയിരിക്കുന്ന ആൾക്കാരെ ബോയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേടാ? കുറെ എനർജി വേണ്ടേ? ഹൈ എനർജി വിൽ ബി റിക്വയർഡ് ടു ബോയിൽ ദം because they are heavy. Less energy is not sufficient to bring them into the condition of boiling. Less energy is not sufficient. So you need huge amount of energy. മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഫൈൻ. സോ നൗ കൺസിഡർ ദിസ് വൺ. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്ക് വരുമ്പോ ബോയിലിംഗ് പോയിന്റ് increases down the group. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ BiH3 ആയിരിക്കണം, right? Yes, this is our expectation, but there is a problem. What is the problem with NH3? എന്താണ് പ്രോബ്ലം? ഇവിടെ NH3യുടെ പ്രോബ്ലം എന്താണ്? NH3 has hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രജൻ ബോണ്ടഡ് ആയിരിക്കുന്ന കേസസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. NH3ക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാ. ആൻഡ് നൗ വെൻ യു കമ്പയർ ഇറ്റ് കംസ് ഇൻ ദ മിഡിൽ. എക്സാക്ട് മിഡിൽ കൊടുത്താൽ മതി. യു ഹാവ് BiH3, SbH3, NH3, ASH3 and PH3. So generally down the group boiling point of the covalent compound increases. അത് എപ്പോഴും അങ്ങനെയാണ്. But if you have a chance of hydrogen bonding, അവിടെ ചെറിയൊരു എക്സെപ്ഷൻ വരും. And here it comes in the middle. Ready? Yes. Now what is the answer? ഇതിൽ നമുക്ക് വരുന്ന ആൻസർ എന്തായിരിക്കും പറയാം? What about the boiling point? Decreasing order of boiling point പറയണം. Highest boiling point ഉള്ളതിനെ ആദ്യം കാണിക്കണം. യെസ്, ബിസ്മത്തിന് ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പൊ അതിനെ വിട്ട് കളയണം. യെസ് യെസ്, സി വിൽ ബി യുവർ ആൻസർ, റൈറ്റ്? യു ഗെറ്റ് സി, ഓപ്ഷൻ സി. ഇങ്ങനെ കോമ്പൗണ്ടുകളുടെ കേസിൽ സി ആണ് ഓപ്ഷൻ വരുന്നത്. കോമ്പൗണ്ടുകളുടെ കേസിലുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. റെഡി? യെസ്. സോ ഞാൻ സി എന്നിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. യു ഗെറ്റ് സി. ഫൈൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നൈട്രോജൻ, അല്ലെ,
കൂടുതൽ പ്രിപ്പറേഷൻസിലേക്ക് വരികയാണ്, കോമ്പൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഡൈ നൈട്രജൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത്. ഡൈ നൈട്രജൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ N2 നൈട്രജൻ ഗ്യാസ്. നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ വരുന്ന നൈട്രജൻ ഗ്യാസ് ആണ്. NH3 നടുക്ക് വന്നത് ഒന്നുകൂടി പറയാമോന്ന്. അതായത് അജയ് രാജൻ തോമസ് നമ്മൾ പറയുന്നത് NH3ക്ക് ഏറ്റവും കുറവാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. എന്നിട്ട് ഇനി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തപ്പോ ഓക്കെ ഇതിന്റെ നടുക്കാണ് വന്നത്. ദാറ്റ് ഈസ് ദി ഒബ്സർവേഷൻ. അല്ലാതെ എന്തുകൊണ്ട് നടുക്കന്നെ വന്നു എന്നുള്ളതല്ല ചോദ്യം, എന്തുകൊണ്ട് ലാസ്റ്റ് വന്നില്ല. ബിക്കോസ് ദർ ഈസ് മോർ അട്രാക്ഷൻ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. സോ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ മിഡിൽ വന്നു. മനസ്സിലായോ? It is like you are getting marks more than your expectation, and when you compare maybe you become the topper. അപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതലാണ്. Or sometimes you become at the second position. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഡൈ നൈട്രജൻ നോക്കുക, ഇറ്റ്സ് N2 പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു കാര്യം എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കാം, നൈട്രജൻ അല്ലേ നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് നൈട്രോജീനിയസ് സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നത് വഴി നൈട്രജന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ കണ്ടന്റ് ഉള്ള ആൾക്കാരെ ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിൽ ലബോറട്ടറി പ്രിപ്പറേഷനിൽ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അമോണിയം ക്ലോറൈഡ്, പേരുകൾ അറിയണം. NH4Cl ഈസ് അമോണിയം ക്ലോറൈഡ്. അതും സോഡിയം നൈട്രൈറ്റും കൂടി, ദിസ് ഈസ് നൈട്രൈറ്റ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. വി ആർ ജസ്റ്റ് മിക്സിങ്, ഹീറ്റ് ചെയ്തില്ല, ചുമ്മാ മിക്സ് ചെയ്തു. ക്യാൻ യു ഗസ് ദി പ്രോഡക്റ്റ്? എന്തായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്? ചുമ്മാ മിക്സ് ചെയ്തതേ ഉള്ളൂ. അത് ഓർമ്മിക്കാനുള്ള എളുപ്പവഴി എന്താന്ന് അറിഞ്ഞോ? എടാ NH4Cl എന്ന് പറഞ്ഞ NH4 പ്ലസും Cl മൈനസും ആണ്. NaNO2 എന്ന് പറഞ്ഞ Na പ്ലസും NO2 മൈനസും ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ പരിഗണിച്ചാൽ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് അപ്പുറത്തെ നെഗറ്റീവ് ആയിട്ട് യെസ് ലിങ്ക് ആവുന്നു. ആൻഡ് യു റൈറ്റ് ദി പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് NH4NO2 ആൻഡ് NaCl. ദിസ് ഈസ് ദി പ്രോഡക്റ്റ്. പക്ഷേ ആഷിൻ ബേസിൽ ജോർജിന് ഡൗട്ട് ഉണ്ട്. തെർമൽ സ്റ്റെബിലിറ്റി, അസിഡിറ്റി ഓഫ് ഹൈഡ്രേറ്റ്സിന് വെയിറ്റേജ് കൊടുക്കണ്ടേ? യെസ്, തെർമൽ സ്റ്റെബിലിറ്റി പറയാനുള്ള എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടൂലേ? കാരണം എന്താ? നൈട്രജൻ ചെറുതാ, ബിസ്മത്ത് വലുതാ. അപ്പൊ താഴേക്ക് വരുമ്പോ സൈസ് കൂടുന്നോണ്ട് ലെങ്ത് കൂടും. ലെങ്ത് കൂടുമ്പോ ബോണ്ടിന്റെ ശക്തി കുറയും, സ്ട്രെങ്ത് കുറയും. അപ്പൊ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കുറയും. ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറയും. ഞാൻ വിചാരിച്ചു അത് 17th ഗ്രൂപ്പിൽ കൂടുതൽ കമ്പാരിസൺ ചെയ്യാം നമുക്ക്. അപ്പൊ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം. തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞടാ, പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാലോ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നു. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. റെഡി? യെസ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇനി. ഓക്കെ ഫൈൻ. അപ്പൊ നൈട്രജന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് യു ആർ ഹീറ്റിംഗ്? ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് സോ സിമ്പിൾ. NH4NO2 ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറിനെ എസ്കേപ്പ് ചെയ്യിക്കും നിങ്ങൾ. വാട്ടർ എന്ന് പറഞ്ഞ H2O. അവിടെ 4 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ 2 H2O കളഞ്ഞാലോ? പറ്റുമോ? യെസ്. 2 H2O എന്ന് പറഞ്ഞ 4 ഹൈഡ്രജനും 2 ഓക്സിജനും ഉണ്ട്. ആൻഡ് സി, 4 hydrogen and 2 oxygen from ammonium nitrite is converted in the form of water. And now what is left? 2 nitrogen allele, and that exists as N2. This is happening whenever you are heating the system. അതിൽ കാശിനാഥ് സ്റ്റേറ്റ് സിലബസിന് ഹെൽപ്ഫുൾ ആണോ എന്ന് പറയുന്നുണ്ട്. വി ആർ ടോക്കിംഗ് ദി NCERT പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു ലിസൺ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഓൾസോ. ഡോണ്ട് വറി. ഓക്കെ, ദിസ് ഇസ് സ്ട്രിക്ട്ലി NCERT. യെസ്. ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ? നിരഞ്ജൻ റെഡി അല്ലേ? അപ്പൊ ഇതിൽ ഞാൻ ഒരാളെ കൂടി നോട്ട് ചെയ്യാൻ പറയാണ്. ലെറ്റ് us say you have NH4NO3. what do you get on NH4NO3 ഹീറ്റ് ചെയ്യുന്നു? പ്രോഡക്റ്റ് പറയാമോ? NH4NO2 ആണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? പറഞ്ഞേ. what do you get? യെസ്, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യും.
2 വാട്ടറിന് വരെ പോകാം, കാരണം 4 ഹൈഡ്രജൻ ഉണ്ട്, 2H2O ആയിട്ട് കളഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? യെസ്, 4 ഹൈഡ്രജനും 2 ഓക്സിജനും പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഒരു നൈട്രജൻ, രണ്ടാമത്തെ നൈട്രജൻ, ഒരു ഓക്സിജനും കൂടി ബാക്കിയുണ്ട്. സോ 2 നൈട്രജനും ഒരു ഓക്സിജനും ബാക്കിയുണ്ട്. യു റൈറ്റ് ഇറ്റ് ആസ് N2O. ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രസ് ഓക്സൈഡ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വരുമ്പോ കൺഫ്യൂസ്ഡ് ആവരുത്, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ ക്യാൻ ബി ലൈക്ക് മേ ബി ഓൺലി ദ നെയിം ഈസ് ഗിവൺ. അമോണിയം നൈട്രൈറ്റ് ആണ് ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള് നൈട്രേറ്റ് ആണ്. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ വരും ആരെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നൈട്രജൻ ഗ്യാസിന് കിട്ടുന്നത്. അതുകൊണ്ട് പേര് പഠിക്കണം, ഇറ്റ് ഈസ് അമോണിയം നൈട്രൈറ്റ്. അതാണ് നൈട്രജൻ ഗ്യാസിന് തരുന്നത്. അപ്പോൾ അമോണിയേറ്റഡ് കോമ്പൗണ്ടുകളെയൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രജന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലെറ്റ് us see this. See the question. Which of the following substance give dinitrogen on heating? ഇതില് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നയാളെ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ആക്ച്വലി ഒരു മിക്സ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന HNO3 കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. But can you predict one of ammonia salt that doesn't give NH3 on heating is? Yes, that is your ammonium nitrite or ammonium nitrate system. കേട്ടോ? Yes, yes, yes. NH4Cl മാത്രമേ ഹീറ്റ് ചെയ്യുമ്പോൾ NH3 HCl ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. HNO3 ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എപ്പോഴും ഇങ്ങനെ ഹീറ്റിംഗ് ഒക്കെ ഒരുമിച്ച് തരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാം. ഇതിൽ ചെറിയൊരു പ്രശ്നം വരും, നിങ്ങൾ ചിലപ്പോൾ ഗസ് ചെയ്യുന്നതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. HNO3 ഹീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയാം, HNO3 എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ്സ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്, പഠിച്ചു വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ HNO3 ഹീറ്റ് ചെയ്യുമ്പോൾ അത് NO2 റിലീസ് ചെയ്യും. ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നയാളാണ്. ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി H2O ആയിട്ട് മാറും. ഞാൻ ബാലൻസ് ചെയ്യുന്നില്ല, ബാലൻസിങ് അവിടെ നിൽക്കട്ടെ. ലെറ്റ് us just talk about the product only. ബാലൻസ് ചെയ്യേണ്ടതാണ്, ബട്ട് വി ലീവ് ദാറ്റ് പാർട്ട് ഹിയർ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അത് ശ്രദ്ധിച്ചേക്കണം. അല്ലാതെ അയ്യോ ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലേ അപ്പുറത്ത് 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ എന്നൊന്നും അതിശയിക്കരുത്. വി ആർ നോട്ട് ഗോയിങ് ഫോർ ദ ബാലൻസിങ് നൗ. ഇനി യെസ്, ദിസ് ഈസ് ഹാപ്പനിങ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. HNO3 റിയാക്ഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഹായ്. ആൻഡ് സീ ദിസ്, you have ammonium dichromate, NH4 twice Cr2O7, and this is in fact a well written reaction in your NCERT textbook. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ can you guess the product? ഇതാണ് question. Okay, ഏതാ? Yes, you get nitrogen gas plus hydrogen ഒക്കെ ഉള്ളത് H2O ആയിട്ട് നമുക്ക് എഴുതാം. No worries. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഇവിടെ CrO3 എന്നാണോ എഴുതേണ്ടത് Cr2O3 എന്നാണോ എഴുതേണ്ടത്? വി ആർ ഹീറ്റിംഗ്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ഡൈക്രോമേറ്റ് yield nitrogen and CrO3, nitrogen and Cr2O3, any of the above, അങ്ങനെയൊക്കെ ചോദിക്കാലോ. What do you think? Is it CrO3 or Cr2O3? അതും ഒരു MCQ ലെവൽ ആക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും? That reaction is extremely important. എപ്പോഴും നിങ്ങൾ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിഞ്ഞോ? ഇത്രയേ ഉള്ളൂ. എടാ ഇവിടെ നൈട്രജൻ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു. നൈട്രജൻ, ദ എലിമെന്റ് നൈട്രജൻ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ റിയാക്ഷൻ ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ. ഓക്സിഡേഷൻ നടന്ന ഒരു റിഡക്ഷനും നടക്കണ്ടേ? ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ഒന്നിൽ നടന്നാൽ ഓട്ടോമാറ്റിക് ഒരു റിഡക്ഷനും നടക്കണം, എന്നാലേ അതൊരു റിഡോക്സ് ആവുള്ളൂ. അല്ലാതെ ഓക്സിഡേഷൻ മാത്രമായിട്ട് ഒരിക്കലും നടക്കൂല. റിഡോക്സ് ആണ് എപ്പോഴും സംഭവിക്കേണ്ടത്. സോ ആസ് ദർ ഇസ് ഓക്സിഡേഷൻ ദർ ഷുഡ് ബി റിഡക്ഷൻ. അപ്പൊ നിങ്ങൾ ക്രോമിയം ആലോചിക്കുക. ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഹിയർ ഈസ് +6. അപ്പൊ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറവായിരിക്കണ്ടേ? റിഡക്ഷൻ നടന്നിട്ടുണ്ടാവണ്ടേ? സീ ദിസ്, ഹിയർ ക്രോമിയം ഈസ് +6 ആൻഡ് ഹിയർ ക്രോമിയം ഈസ് +3. ഏതാ പ്രിഫറൻസ്? ഇറ്റ്സ് +3.
So this is Cr2O3. Okay, അപ്പോൾ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സി ദിസ് NH4Cl ഹീറ്റ് ചെയ്ത് എന്ത് കിട്ടുവാടാ? ഇത് നമുക്ക് അറിയുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഓൾ ഓഫ് ദം നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് എഴുതരുത്. NH4Cl എന്ന് പറഞ്ഞാൽ NH3HCl കൂടി കൂട്ടിയിട്ട് കിട്ടുന്നതല്ലേ? അമോണിയ ഓർമ്മയില്ല? അമോണിയുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HCl ഡിപ്പ് ചെയ്ത് ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവുന്നത്. ആൻഡ് നൗ വാട്ട് ഈസ് ദി ആൻസർ? ഇതിന്റെ ആൻസർ എന്താ? Is it all of them? No. You have only one option correct. What is the answer here? You get option B, NH4 twice Cr2O7. Option B ആണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് നൈട്രജന് കിട്ടുന്ന റിയാക്ഷൻസ്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് N2 കിട്ടുന്ന റിയാക്ഷൻസ് അങ്ങനെ ചോദിക്കും. റെഡി? യെസ്. ആൻഡ് ദെൻ അങ്ങനെ നൈട്രജനും കഴിഞ്ഞു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് അമോണിയ, NH3. NH3 എങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് ഏറ്റവും ഈസിയാണ്. ഒന്ന് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ NH4Cl ചുമ്മാ ഹീറ്റ് ചെയ്ത NH3 കിട്ടും. ശരി, can you give me the product? NH4Cl കൂടെ let us say I'm giving you NaOH. What are the product? Okay, എന്തായിരിക്കും പ്രോഡക്റ്റ്? ആലോചിച്ച് നോക്കിയേ. What do you get? And this is easy. എങ്ങനെ ആലോചിക്കേണ്ടതെന്ന് അറിഞ്ഞോ? പ്രോഡക്റ്റ് എഴുതാൻ ചോദിച്ചാൽ let us say this can be like giving dash product എന്നിട്ട് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് വരുമ്പോൾ എല്ലാ ഓപ്ഷൻസും പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോവും. അതാ പ്രശ്നം. ഓപ്ഷൻസ് വരുമ്പോഴേ ചേട്ടാ എല്ലാം നടക്കുമല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ആൻഡ് സീ ഹിയർ, ഇതൊരു ബേസ് അല്ലേ NaOH? യെസ്, ബേസ് ആണ്. NH4Cl ഒരു സോൾട്ടാ. NH3യും HCl കൂടി ചേരുമ്പോൾ ഉണ്ടായിരിക്കുന്ന സോൾട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ആസിഡും ബേസും കിട്ടിയില്ലേ? HCl is an acid, NaOH is a base, and what happens? They give you salt, NaCl plus NH3, NaCl plus NH3 plus H2O, or just like the way Abdul Kalam written here, it is NH4OH plus HCl. Very good, clever, smart. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തിരിക്കുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. എല്ലാവരും അത് കണ്ടുപഠിക്കണം. NH4 പ്ലസും Cl മൈനസും Na പ്ലസും OH മൈനസും പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ നടത്താൻ NH4OH, പോസിറ്റീവ് നെഗറ്റീവ് ഇന്ററാക്ഷൻ NaCl. ശരിയല്ലേ? ഈ NH4OH എന്ന് പറഞ്ഞ അമോണിയ വാട്ടർ ആണ്, വിച്ച് ഈസ് റിട്ടൺ ആസ് NH3 plus H2O. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ അമോണിയയുടെ പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഹെയ്ബർ പ്രോസസ് ആണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. അതായത് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. ഇൻ പ്രസൻസ് ഓഫ് അയൺ, വേർ മോളിബ്ഡിനം ഈസ് യൂസ്ഡ് ആസ് എ പ്രൊമോട്ടർ. അയൺ കാറ്റലിസ്റ്റ് ആണ്. 500 ഡിഗ്രി സെൽഷ്യസിലും 200 ATM ആണ്. ഈ ഒരു റിയാക്ഷൻ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ഏതൊക്കെയാണ് ഫേവറിംഗ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ ഇതിന്റെ ആൻസർ പറയൂ. വാട്ട് ഈസ് ദി ആൻസർ ഹിയർ? The catalyst used in Haber's process for manufacture of ammonia is, which is the catalyst used? A, B, C, D. Iron bar molybdenum, P2O5, PT, nickel oxide. What is your answer? Direct one. You get option A, spongy iron. Yes, Kashinath. Very good. See next one. Which of the following is used as a drying agent for ammonia gas? Ammonia gas inula drying agent ആയിട്ട് ആരെ യൂസ് ചെയ്യാം? What is your answer? Ammonia എന്ന് പറഞ്ഞ ബേസിക് സ്വഭാവമുള്ള ഒരു ബേസ് ആണ്. ഇതിനെ ഡ്രൈ ചെയ്യണം. ഇപ്പൊ ബേസിക്കലി നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാം ലാബിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യണം. ഡ്രൈയിങ് ഏജന്റ് ഈസ് റിക്വയർഡ്. വിച്ച് വൺ വിൽ യു പ്രിഫർ? കോൺസെൻട്രേറ്റഡ് H2SO4 ആണോ, P2O5 ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആണോ, കാൽഷ്യം ഓക്സൈഡ് ആണോ, CaCl2 കാൽഷ്യം ക്ലോറൈഡ് ആണോ? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ അമോണിയ തരുന്നത് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാ. അതിനെ ഉണക്കി എടുക്കണം, അല്ലാതെ റിയാക്ട് ചെയ്തേക്കല്ലേ. ജസ്റ്റ് വെള്ളത്തിന് മാത്രം റിമൂവ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ റിയാക്ട് ചെയ്യിക്കരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അമോണിയ ബേസ് ആയതുകൊണ്ട് തന്നെ we cannot use acid. acidic substance യൂസ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്.
they will react. ആസിഡും ബേസും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കുക. റിയാക്ഷൻ ഒന്നും നടക്കരുതടാ, പക്ഷെ ഡ്രൈ ആവുകയും വേണം. തന്നിരിക്കുന്ന എല്ലാവരും ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെങ്കിലും ഇതിലേതാ ചൂസ് ചെയ്യാം? യെസ്, കോൺസെൻട്രേറ്റഡ് H2SO4 is acidic. P2O5 is acidic. Yes, exactly കാശിനാഥ്, അത് തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്. കാൽഷ്യം ഓക്സൈഡ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള S ബ്ലോക്കിലുള്ളവരാണ്. ദിസ് ഇസ് ബേസിക്. കാൽഷ്യം ക്ലോറൈഡ് ഇറ്റ് ആക്ച്വലി ഫോംസ് കോംപ്ലക്സ്. അത് റിയാക്ട് ചെയ്യും, NH3 ആയിട്ട് അത് റിയാക്ട് ചെയ്യും. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് നമുക്കത് ഏകദേശം മനസ്സിലാക്കാം. ബട്ട് ദാറ്റ് വിൽ കം ടു ദ നെക്സ്റ്റ് ടേം, റൈറ്റ്? യെസ്. വാട്ട് ഈസ് യുവർ ആൻസർ? ബേസിക് ആയിരിക്കുന്ന ഒരാൾ, അതാ ശ്രദ്ധിക്കേണ്ടത്. ബേസിക് ആയിരിക്കുന്ന ഒരാളെ ഹീറ്റ് ചെയ്യണേ, ഡ്രൈ ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആളെ തന്നെ എടുത്തേക്കണം. അസിഡിക് സബ്സ്റ്റൻസിനെയാണ് ഡ്രൈ ചെയ്യുന്നതെങ്കിൽ അസിഡിക് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് തന്നെ എടുത്തേക്കണം. സോ ഹിയർ കംസ് ദി ആൻസർ സി, കാൽഷ്യം ഓക്സൈഡ്. നെക്സ്റ്റ്, which of the following condition is not suitable for the production of ammonia by Haber process? Haber processൽ ശരിയല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഹേബർ പ്രോസസ്, നൈട്രജനും ഹൈഡ്രജനും കൂടി 200 atmലും 500 ഡിഗ്രി സെൽഷ്യസ് ഓർ 773 കെൽവിനിലും കൂടി അമോണിയ തരുന്നു. റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അതായത് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, ഇക്വിലിബ്രിയം ഉണ്ട്. യു ഹാവ് ടു ഗോ ഫോർ Le Chatelier's പ്രിൻസിപ്പിൾ. വാട്ട് ഡു യു ഗെറ്റ്? പ്രഷർ നോക്കണം ആദ്യം, ഹൈ പ്രഷർ വേണം. അപ്പൊ നമ്മൾ ആലോചിക്കുന്നു, റിയാക്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറക്കാനാണ് ശ്രമിക്കുക, അല്ലെ? നിങ്ങളൊരു സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ, സി ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂല, പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കും, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് വിത്ത് എനി സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈവൻ ദി കെമിക്കൽ റിയാക്ഷൻസ് ആർ ഒബ്സർവ്ഡ്. സോ യു ആർ ഇൻ ഇക്വിലിബ്രിയം, tell you to do so, the reverse will happen. Pressurize the system. പ്രഷർ കൂട്ട്, നിങ്ങൾ പ്രഷർ കുറയുന്ന ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. ടെമ്പറേച്ചർ കൂട്ട്, ടെമ്പറേച്ചർ കുറയുന്ന ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. ഉറങ്ങിക്കിടക്കുന്ന നിങ്ങൾ ഉന്തിയെടുത്ത് താഴെ ഇട്ട അതിന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നടക്കുക. താഴെ കിടക്കുന്ന നിങ്ങൾ എണീറ്റ് മേലയിൽ വീണ്ടും വന്ന് കിടക്കും, അല്ലെ? അമ്മ വന്ന് ഫാൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫാൻ കുറച്ചിടുന്നു രാവിലെ എഴുന്നേക്കാൻ മടിയായിട്ട്. സോ ദിസ് ഇസ് സോ സിമ്പിൾ. അപ്പൊ ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ സിസ്റ്റം ഉണ്ട്, നമുക്ക് കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കേണ്ടത്. അപ്പൊ നോക്കിയേ, നിങ്ങൾ പ്രഷർ കൂട്ടിയാൽ പ്രഷർ കുറയുന്ന ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. ഞാൻ പ്രഷർ കൂട്ടുന്നു. ഫോർവേഡ് റിയാക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജൻ, അതായത് ടോട്ടല് 4 മോളാണ് റിയാക്ടന്റ് സൈഡിൽ ഉള്ളത്. പ്രോഡക്റ്റ് സൈഡില് 2 മോളും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്പർ ഓഫ് മോൾസ് കുറയുമ്പോൾ പ്രഷർ കുറയും, ആൾക്കാർ കുറയുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? യു ഇൻക്രീസ് ദ പ്രഷർ, പ്രഷർ കൂട്ടി. അപ്പൊ പ്രഷർ കുറയുന്ന ഡയറക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഹാപ്പനിങ്. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ റിക്വയർഡ്. 200 atm is very high pressure. And let us talk about temperature. Forward reaction exothermic, ഹീറ്റ് റിലീസ് ചെയ്യുന്നതാ. എടാ, ഹീറ്റ് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്നല്ലേ അർത്ഥം, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയുന്ന എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കുക. എക്സോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ, ടെമ്പറേച്ചർ കൂടുന്ന റിയാക്ഷൻ നടക്കണമെങ്കിൽ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറക്കണം. ആസ് പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, low temperature favors exothermic reaction. That is the conclusion. Low temperature favors exothermic reaction. അപ്പൊ സത്യത്തിൽ അമോണിയ ഉണ്ടാക്കാൻ ടെമ്പറേച്ചർ കുറവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കണ്ടീഷൻ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണ് എന്ന് വിചാരിച്ച് ഒത്തിരി അങ്ങ് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്നിട്ട് ഐസ് കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ?
മിനിമം എനർജി വിൽ ബി റിക്വയർഡ്. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ -3 ഡിഗ്രി സെൽഷ്യസിലായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നോ, ഗ്യാസസിന് കൊളൈഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വേണം. And that is 500 degrees Celsius. So what is the answer here right now? Which is not suitable for the production of Haber process. High pressure favors on the manasilai. Low temperature also favors. High temperature doesn't favor. You get option B. B ആണ് ഓപ്ഷൻ. മനസ്സിലായോ? ശ്രദ്ധിക്കണേ. അപ്പൊ ഹേബർ പ്രോസസ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഈ പി ബ്ലോക്ക് എന്ന് തന്നെ ജനറൽ ആയിട്ട് പി ബ്ലോക്ക് എന്ന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ഇനേർട്ട് പെയർ എഫക്ട് ഈസ് എക്സിബിറ്റഡ് ബൈ. തന്നിരിക്കുന്നതിൽ ഇനേർട്ട് പെയർ എഫക്ട് എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ പറയും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോരുത്തരും അനലൈസ് ചെയ്യാം. പി ബി ആക്ച്വലി കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കെമിസ്ട്രി സർ ഗിവ്സ് ടൺസ് ഓഫ് പ്രോബ്ലംസ്. കെമിസ്ട്രി പ്രോബ്ലം പി ബി എന്നുള്ളത് 14ാമത്തെ ഗ്രൂപ്പിലാണ്. അത് മാത്രമല്ല അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ്. വാട്ട് ഈസ് ബോറോൺ? ബോറോൺ 13th ഗ്രൂപ്പ് അല്ലേ, 13ാമത്തെ ഗ്രൂപ്പ്. അത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതാണ്. സിലിക്കൺ 14ാമത്തെ ഗ്രൂപ്പിലാണ്, സെക്കൻഡ് ടോപ്പ് അല്ലേ, അതായത് കാർബൺ, സിലിക്കൺ, ജെർമേനിയം. അലൂമിനിയം 13th ഗ്രൂപ്പ് ആണ്, അതും സെക്കൻഡ് ടോപ്പിൽ വരുന്ന ആളാണ്. നമുക്കറിയാം ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കണമെങ്കിൽ താഴെയുള്ളവരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് എഫ് ഇലക്ട്രോണുകൾ വേണം. സോ ഇറ്റ് ഈസ് ഷോൺ ബൈ ബോട്ടം എലിമെന്റ്സ്. താഴെയുള്ളവരാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താ? യു ഗെറ്റ് ഓപ്ഷൻ എ. It is PB. That is simple one. അപ്പൊ ഇനേർട്ട് പെയർ എഫക്ട് എന്ന കോൺസെപ്റ്റ് എന്നാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നത്. നിങ്ങൾ ആലോചിക്കുക, അയ്യോ അതെങ്ങനെ ഇത് 14ാമത്തെ ഗ്രൂപ്പ് അല്ലേ, and there is no point of thinking like that. മനസ്സിലായോ? യെസ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് 15th ഗ്രൂപ്പിൽ ജനറൽ ആയിട്ട് ചോദിക്കാം. പിന്നെ വരുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് HNO3 ആണ്. HNO3യുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ചോദിക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നൈട്രിക് ആസിഡ്. HNO3 കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് NO2 തരും, H2O ബാക്കി ബാലൻസ് ചെയ്യും, ഓക്സിജനെ റിലീസ് ചെയ്യും. ഇതേ HNO3 ഡൈല്യൂട്ടഡ് ആണെങ്കിൽ ഇറ്റ് റിലീസസ് NO plus H2O plus O2. ഡൈല്യൂട്ടഡ് നൈട്രിക് ആസിഡ് ആവട്ടെ, concentrated nitric acid ആവട്ടെ, both are oxidizing agent. That you have to remember. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ നടക്കും. കോൺസെൻട്രേറ്റഡ് HNO3ക്ക് NO2 ആവും, ഡൈല്യൂട്ടഡ് HNO3 NO ആവുന്നുണ്ട്. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ if diluted HNO3 is taken along with iron or zinc, then the product is nitrous oxide. ഓർക്കുന്നുണ്ടോ? ഡൈല്യൂട്ട് HNO3 നിങ്ങൾ സിങ്കിന്റെ കൂടെയോ അയേണിന്റെ കൂടെയോ ആണ് എടുക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് നൈട്രസ് ഓക്സൈഡ് ആണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മുടെ നൈട്രിക് ആസിഡ്. ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് മനസ്സിലായി. ഇറ്റ് ഓക്സിഡൈസസ്. എല്ലാരും ഓക്സിഡൈസ് ചെയ്യും. അയോഡിൻ എടുക്ക്, അതിനെ ഓക്സിഡൈസ് ചെയ്ത് അയോഡിക് ആസിഡ് ആക്കും. ഓക്കെ, യു ടേക്ക് കാർബൺ, അതിനെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും. ടേക്ക് സൾഫർ, ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ആക്കുന്നു. ടേക്ക് നൈട്രജൻ, നൈട്രിക് ആസിഡ് ആക്കും. Okay, there is no point of taking nitrogen here because we are talking about nitrogen, right? അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നൈട്രിക് ആസിഡിനെയാണ്. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും നൈട്രജൻ എടുക്കുന്നതിൽ അർത്ഥമില്ല. ഐ വിൽ ടേക്ക് ഫോസ്ഫറസ്, അതിന്റെ ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് കിട്ടും. ഇത് ശ്രദ്ധിക്കണം. നോൺ മെറ്റൽസിനെ അവരുടെ ആസിഡുകളാക്കി മാറ്റുന്നത് കാണാൻ പറ്റുന്നില്ലേ? അയോഡിനെ HiO3 അയോഡിക് ആസിഡ്, കാർബൺ കാർബോണിക് ആസിഡ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ് ഫോസ്ഫോറിക് ആസിഡ് ഇക്ക് ആസിഡുകളാണ് മാറുന്നത്, സൾഫർ സൾഫ്യൂരിക് ആസിഡ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യെസ്, അയോഡിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഇക്ക് ആസിഡുകളായിട്ട് മാറുന്നുണ്ട്. യെസ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കാശിനാഥ് ചോദിക്കുന്നുണ്ട് ഹൈഡ്രജൻ ഉണ്ടാവില്ലേ?
നോൺ മെറ്റൽസിന്റെ കൂടെ ഇല്ല, ഇതുണ്ടാവുന്നില്ല. മെറ്റൽസിന്റെ കൂടെയുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ മെറ്റൽ? കോപ്പർ, ഇപ്പൊ പറഞ്ഞ സിങ്ക്, അയൺ, ഇങ്ങനെയുള്ളവര്. പക്ഷെ നിങ്ങൾ മെഗ്നീഷ്യം ആണ് എടുക്കുന്നതെങ്കിൽ, മെഗ്നീഷ്യം HNO3 ആണ് എടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകത നമുക്കറിയാലോ. ഇവരെന്താ ചെയ്യുന്നത്? ദേ വിൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ കിട്ടും. അങ്ങനെ നമുക്ക് ഹൈഡ്രജനും മെഗ്നീഷ്യം നൈട്രേറ്റും കിട്ടും. ക്ലിയർ ആണോ കാശി? മനസ്സിലാവുന്നുണ്ടോ? യെസ് യെസ് യെസ്. അപ്പോ ഹൈഡ്രജൻ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് തരുന്നത് യെസ് മെഗ്നീഷ്യവും മാംഗനീസും യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ഫൈൻ ഫൈൻ ഫൈൻ. ലെറ്റ്സ് ഗോ ടു സം ഓഫ് ദി ക്വസ്റ്റ്യൻസ്. എക്വാറീജിയ ഇതിന്റെ യൂസസിൽ വരുന്നതാണ്. HNO3 യൂസസിൽ വരുന്നതാണ്. എക്വാറീജിയ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അതായത് ബേസിക്കലി ഗോൾഡിനെ ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മിക്സ്ചർ ആണ് എക്വാറീജിയ. ആ എക്വാറീജിയയിൽ നമ്മുടെ HCl ഉണ്ടാവും, HNO3 ഉണ്ടാവും. HClന്റെയും HNO3യുടെയും മിക്സ്ചർ ആണ്. 3:1 മിക്സ്ചർ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, HNO3 3 ഉണ്ട്, അതുകൊണ്ട് അത് 3 ആക്കണ്ട. HCl ആണ് 3, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. HCl 3, HNO3 ഓൾറെഡി 3 ഉണ്ടല്ലോ. സോ ദിസ് ഈസ് 3:1 റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ തന്നെ പഠിച്ചു വെച്ചേക്കണം. വാട്ട് ഈസ് ദി ആൻസർ? Concentrated HCl and concentrated HNO3 in the ratio 3:1. You get option C. Very good. Next one, I2 iodine reacts with the concentrated HNO3 to form an oxo acid. That is acid aanu. Is it HIO? Hypoiodous acid aanu. HIO3 iodic acid aano? HIO4 periodic acid aano? HIO2 iodous acid aano? Which is the acid? This is a direct question. നമ്മൾ already discuss ചെയ്ത് കഴിഞ്ഞു. You get ic acid, HIO3. You get option B, right? B is your answer. കിട്ടിയോടാ നവമി? Yes, B. Amina Shaji, B ആണ്. Very good, very good. Very good, very good. Move on to the next one. The oxide which cannot be a reducing agent is, and now this is interesting. Reducing agent allathathu edha? SO2, NO2, CO2, ClO2. Reducing agent ennu paranjal they undergo oxidation. Oxidation നടക്കുന്നയാളാണ് reducing agent. അപ്പൊ ഇവിടെ oxidation നടക്കണമെങ്കിൽ ഓരോന്നും ആലോചിച്ച് നോക്കണേ. ഒന്നാമത്തതില് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +4 ആണ്. നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും +4 ആണ്. കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും +4, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും +4. All the central atoms are in the same oxidation state. ചിലർ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് വാട്ട് യു ഗെറ്റ്? സൾഫർ 16th ഗ്രൂപ്പ് അല്ലേ? അപ്പൊ സൾഫറിന് മാക്സിമം +6 വരെ അവൈലബിൾ ആണ്. യെസ്, ദേ ക്യാൻ അണ്ടർഗോ ഓക്സിഡേഷൻ. നൈട്രജൻ 15th ഗ്രൂപ്പാ, 15ാമത്തെ ഗ്രൂപ്പാ. മാക്സിമം +5 വരെ പറ്റുമല്ലോ. നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതാ ഞാൻ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ 14th ഗ്രൂപ്പാ, ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 ആണടാ. ഇനിയും കാർബണിന് താങ്ങാൻ പറ്റൂല, ബിക്കോസ് ഇറ്റ് ഡസന്റ് ഹാവ് എനി എക്സ്ട്രാ ഇലക്ട്രോൺസ് അവൈലബിൾ. Further oxidation of carbon is not possible. Impossible. Oxidation നടന്നില്ലെങ്കിൽ അവരെ നമുക്ക് അവരെ നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആവാൻ കഴിയാത്തയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇറ്റ്സ് കാർബൺ. ക്ലോറിന് പറ്റും. ക്ലോറിൻ +4 ആണ്. അതിന് +5ഉം +6ഉം +7 ഒക്കെ ആവാൻ പറ്റും. റൈറ്റ്? സോ യുവർ ആൻസർ ഈസ് സി. യെസ് 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 യെസ്. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ആൾക്കാരെ, കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു നമ്മൾ. ഇറ്റ് ഈസ് നൈട്രജൻ കോമ്പൗണ്ട് N2 ഉണ്ട്, അമോണിയ ഉണ്ട്, HNO3 ഉണ്ട്, അതിന്റെ റിയാക്ഷൻസ് ഉണ്ട്. ആൻഡ് സി ദ നെക്സ്റ്റ് വൺ ഈസ് 16th ഗ്രൂപ്പ്. പിന്നെ വരുന്നത് 16th ഗ്രൂപ്പ് ആണ്. 15th ഗ്രൂപ്പിൽ ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടുകൾ ആവശ്യം വരുന്നില്ല. നമുക്ക് നൈട്രജന്റെ കോമ്പൗണ്ടുകൾ യൂസ്, HNO3യുടെ റിയാക്ഷൻസ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്.
Then it comes the 16th group where you have oxygen, sulfur, selenium, tellurium, polonium. നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും, അയണൈസേഷൻ എൻതാൽപ്പി കുറയും, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ടോക്കിംഗ് അബൌട്ട് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 16th ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ വരും? NH2NP4 ആണ് കോൺഫിഗറേഷൻ. 2 ഇലക്ട്രോണിനെ വാങ്ങിയാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ -2 പോസിബിൾ. പിയിൽ വരുന്ന ഇലക്ട്രോൺസ് മാത്രം കൊടുത്താൽ +4, മുഴുവൻ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ +6. അപ്പൊ +6 വരെ പോസിബിൾ ആണ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് +4 കുറച്ചുകൂടി സൗകര്യം ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്ട്. സോ ലീവ് ദാറ്റ് പോർഷൻ ആൻഡ് നൗ ടോക്ക് അബൌട്ട് ഓക്സിജൻ. എങ്ങനെ നമുക്ക് ഓക്സിജൻ അവൈലബിൾ ആവും? നിലവിൽ അവൈലബിൾ ആവേണ്ട കാര്യം വരുന്നില്ല. പ്രാക്ടിക്കലി സ്പീക്കിംഗ് വി ഹാവ് അബണ്ടന്റ് ഓക്സിജൻ അവൈലബിൾ അറൌണ്ട് us, റൈറ്റ്? ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ഭയങ്കര ലാവിഷ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. The only thing is do not pollute it. അത് മാത്രമേ നമുക്ക് പ്രാക്ടിക്കലി ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഓക്സിജന്റെ എമൗണ്ട് അത്ര കുറയുന്നില്ല. യെസ്, but what are the other artificial methods? What are the other laboratory methods to produce oxygen? എങ്ങനെയൊക്കെ ഓക്സിജൻ ഉണ്ടാക്കാം? അപ്പൊ ഓക്സിജനെ റിലീസ് ചെയ്യണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ നൈട്രോജനെ കിട്ടാൻ വേണ്ടി നൈട്രോജീനിയസ് സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്ത പോലെ ഓക്സിജനെ കിട്ടാൻ വേണ്ടി ഓക്സിജൻ റിച്ച് ആയിരിക്കുന്നവരെ ഹീറ്റ് ചെയ്യൂ. യു ഗെറ്റ് ഓക്സിജൻ. യെസ്, അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റുകളാണ് ഓക്സിജന് റിലീസ് ചെയ്യുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് റിലീസസ് ഓക്സിജൻ. അതൊരു ഐഡിയ ആണ്. ഓ വെരി ഗുഡ്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ചെയ്യാം. വാട്ടറിന് ഇലക്ട്രോളിസിസ് ചെയ്, നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. യു ടേക്ക് പൊട്ടാഷ്യം ക്ലോറേറ്റ് KClO3, ഹീറ്റ് ഇറ്റ്. അപ്പൊ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ റിയാക്ഷനും നല്ല ബോധം ഉണ്ടാവണം. ഞാൻ ബാലൻസിങ് ചെയ്തിട്ടില്ല. ബാലൻസിങ് എപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ പ്രോഡക്റ്റ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ HgO മെറ്റൽ ഓക്സൈഡ് എടുത്ത് ഹീറ്റ് ചെയ്യും, Ag2O എടുത്ത് ഹീറ്റ് ചെയ്യും. അപ്പൊ അവര് ഓക്സിജനെ റിലീസ് ചെയ്യും. പിന്നെയോ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ഹീറ്റ് ചെയ്യും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഹീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രത്യേകത അറിയാലോ, അത് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. യെസ്, അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഓക്സിജനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഫൈൻ, ലെറ്റ് us see a question. ഇത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു നോ whether you are able to correlate the question, correlate the reactants to get a product. അതിനു വേണ്ടിയാണ് കേട്ടോ. കമ്പഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആൽഫിയ. ബട്ട് ദി പ്രോബ്ലം ഈസ് കമ്പഷൻ എന്ന് പറഞ്ഞ ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നതല്ലേ. എടാ, നമ്മൾ ഓക്സിജൻ ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്, ഓക്സിജൻ ഉപയോഗിക്കുന്നതല്ലേ കമ്പഷൻ. കാർബൺ പ്ലസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. കമ്പഷൻ ഗിവ്സ് യു ഓക്സൈഡ്സ്. അത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇതിന്റെ ആൻസർ നോക്കണം. When an acidified solution of KMnO4, KMnO4 acidified solution ആണ്, ഒരു ആസിഡ് ഉണ്ട്. it will be H2SO4 preferably. KMnO4 oxidizing agent, അതാ പ്രശ്നം. is dropped over sodium peroxide. The colorless gas produced is. What is your answer? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്, ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. സോ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി ആൻസർ. കാശിനാഥ് സ്മാർട്ട്. എന്താ? യെസ് യെസ്. അപ്പൊ ഏകദേശം ഊഹിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എടാ, KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ ഇത് ഓക്സിഡൈസ് ചെയ്യും ആരെ? ഓക്സിജനെ കിട്ടും. നടന്നു. എന്നിട്ട് ബാക്കി ബാലൻസ് ചെയ്യാം. പൊട്ടാഷ്യം K2SO4, മാംഗനീസ് Mn2+ ആയിട്ട് മാറും, MnSO4. ബാക്കി ഹൈഡ്രജൻ ഒക്കെ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കണം, സോഡിയം Na2SO4. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് KMnO4-ല് മാംഗനീസ് +7 മാംഗനീസ് +2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുപോലെ എന്താ വേറെ ശ്രദ്ധിക്കാനുള്ളത്? Na2O2 ഓക്സിജൻ റിലീസ് ചെയ്തു. And now this is easy. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പെറോക്സൈഡുകളിൽ നിന്നും, എടാ അത് നേരത്തെ പോയിന്റ് തന്നെയാ, പെറോക്സൈഡ് ഓക്സിജന് റിലീസ് ചെയ്യാൻ പറ്റും. അതാണ് ഐഡിയ. യു ടേക്ക് സോഡിയം പെറോക്സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്, യു ഗെറ്റ് ഓക്സിജൻ ഈസിലി. യെസ് യെസ് യെസ്. അടുത്തൊരു ചോദ്യം ഇതാണ്.
പറയാമോ? A substance gives off oxygen gas when heated. ഏതൊരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊരു സബ്സ്റ്റൻസ്. ശരി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആകുമോ? നമ്മൾ കണ്ടല്ലോ, H2O2 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് H2O+O2 തരും. അത് ശരിയാ. പൊട്ടാഷ്യം നൈട്രേറ്റ് ആവുമോ? പൊട്ടാഷ്യം ഞാനത് ഇവിടെ കാണിക്കാം വേണമെങ്കിൽ. ലെറ്റ്സ് സേ യു കൺസിഡർ ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അതിന്റെ റെലവൻസ് നോക്കിക്കഴിഞ്ഞാൽ H2O2 ഹീറ്റ് ചെയ്യുമ്പോൾ H2O+O2 കിട്ടും. ബാലൻസ് തൽക്കാലം ചെയ്യുന്നില്ല. KNO3 ഹീറ്റ് ചെയ്യുമ്പോൾ KNO2 നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ കിട്ടും. പൊട്ടാഷ്യം ക്ലോറൈറ്റ് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അമോണിയം നൈട്രൈറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇല്ല, നേരത്തെ പറഞ്ഞു നമ്മൾ നൈട്രജനും വാട്ടറോ കിട്ടുക. അപ്പൊ എന്തായാലും നാലാമത്തെ ഓപ്ഷൻ അല്ല. ബാക്കി എല്ലാവരും ഓക്സിജൻ തരുന്നുണ്ട്. അപ്പൊ പിന്നെ ഫസ്റ്റ് സെന്റൻസ് മാത്രം നോക്കിയിട്ട് പറയാൻ കഴിയില്ല. എ സബ്സ്റ്റൻസ് ഗിവ്സ് ഓഫ് ഓക്സിജൻ ഗ്യാസ് വെൻ ഹീറ്റഡ്. ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ തരുന്നു. അപ്പൊ ഓപ്ഷൻ എയും ബിയും സിയും പോസിബിൾ ആണ്, ഡി ഇല്ല. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ടേൺസ് ആൻ acidified KI സൊല്യൂഷൻ ബ്രൗൺ. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡാറ്റയിൽ നിന്നും മനസ്സിലാകുന്നത് അസിഡിഫൈഡ് സൊല്യൂഷൻ KI സൊല്യൂഷനെ ബ്രൗൺ ആക്കി എന്ന് പറഞ്ഞാൽ അത് അയോഡിൻ ആക്കി എന്ന അർത്ഥം. ശരിക്കും അയോഡിന്റെ കളർ വയലറ്റ് ആണെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് ഭയങ്കര ഡാർക്ക് ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുക കേട്ടോ. യെസ്. സോ വി അണ്ടർസ്റ്റാൻഡ് I-I2I ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സബ്സ്റ്റൻസ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് മനസ്സിലായി. റെഡി അല്ലേ? നമ്മുടെ കയ്യിലുള്ള സബ്സ്റ്റൻസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് മനസ്സിലായി. യെസ്. ഹൈഡ്രജൻ പെറോക്സൈഡിന് ഓക്സിഡൈസിങ് ഏജന്റും ആവാൻ പറ്റും, റെഡ്യൂസിങ് ഏജന്റും ആവാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡൈസിങ് ഏജന്റും ആണ്, റെഡ്യൂസിങ് ഏജന്റും ആണ്. പൊട്ടാഷ്യം നൈട്രേറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്, പൊട്ടാഷ്യം ക്ലോറൈറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഓൾസോ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോഴും ABC എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത സെന്റൻസ് നോക്കാമേ. റെഡ്യൂസസ് അസിഡിഫൈഡ് KMnO4 എന്ന് പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാവുന്നത് KMnO4നെ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്, റെഡ്യൂസ് ചെയ്യുന്ന ആളാണ്, റെഡ്യൂസിങ് ഏജന്റ്. ഇനി നിങ്ങൾ പറ, ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ റിലീസ് ചെയ്യണം, റൈറ്റ്? അയഡിന്റെ കേസിൽ അവരൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തു. പക്ഷെ KMnO4ന്റെ കേസിൽ അവരൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് തന്നിരിക്കുന്നതിൽ ഒരേ ഒരു മഹാന് മാത്രമേ കാണാനുള്ളൂ, അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? എനി ഡൗട്ട്? മനസ്സിലായോ? ദാറ്റ്സ് ഹൈഡ്രജൻ പെറോക്സൈഡ്. യെസ് യെസ് യെസ്. അങ്ങനെ നമുക്ക് ഹീറ്റ് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ് ഓക്സിജൻ ഗ്യാസ്? ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് യു നീഡ് ടു ചെക്ക് ഓൺലി ഫോർ 2 ഓപ്ഷൻസ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ആൻസർ. ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ കിട്ടണം. നൈട്രേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ കിട്ടും. അത് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഒരു നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്തു. പ്രത്യേകം മനസ്സിലാക്കണം, ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് നൈട്രേറ്റുകളെയും ക്ലോറേറ്റുകളൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ കിട്ടും നമുക്ക്. That is correct. പൊട്ടാഷ്യം ക്ലോറൈറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴും ഓക്സിജന് കിട്ടും. ദിസ് ഈസ് ആക്ച്വലി PbNO3 twice. ഹീറ്റ് ചെയ്യുമ്പോൾ PbOയും NO2ഉം ഓക്സിജനും കിട്ടും. KClO3 എന്തായാലും ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. MnO2 also gives you oxygen, but especially in presence of acidic mediumത്തിലാണ് ഇത് സംഭവിക്കുക. This is happening. You get option D. It's all of the above. ശരിക്കും എയും ബിയും ചെക്ക് ചെയ്താൽ മതി, അതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലാവുന്നത്. റെഡി? യെസ് 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 യെസ്. ഇതാണ് ഓക്സിജൻ ഗ്യാസസിനെ പറ്റി. പിന്നെ ഓക്സിജന്റെ കമ്പഷൻ റിയാക്ഷൻ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ വരാം. അതിനുശേഷം നമുക്ക് വരുന്നത് ഓസോൺ ആണ്, O3. O3യുടെയും പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഓൾസോ an ഓക്സിഡൈസിങ് ഏജന്റ്. O3 എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മാത്രമല്ല O3യെ സംബന്ധിച്ച് അതിന് എത്രയും പെട്ടെന്ന് O2 ആവാനുള്ള ഭയങ്കരമായ ടെൻഡൻസി ഉണ്ട്.
അപ്പൊ അതിന്റെ കാരണം എന്താ? കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് എക്സോതെർമിക് ആണ്. O3 ഓസോൺ പെട്ടെന്ന് തന്നെ O2 ആവാനുള്ള ടെൻഡൻസിക്ക് കാരണം എസ്പെഷ്യലി UV റേഡിയേഷന്റെ പ്രസൻസിൽ പെട്ടെന്ന് ബ്രേക്ക് ആവും. ഒന്ന്, ഇത് എക്സോതെർമിക് ആണ്. ആൻഡ് ഓൾസോ എൻട്രോപ്പി ഇൻക്രീസസ്. 2 ആള് 3 ആളായിട്ട് മാറി. അപ്പൊ പാറി പറന്ന് നടക്കാലോ. അപ്പൊ എൻട്രോപ്പി കൂടും. ആൻഡ് യു തിങ്ക് ദിസ് എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടോ? ലൈക്ക് യു ഹാവ് 2 കണ്ടീഷൻസ് and both the conditions of enthalpy as well as entropy favors the reaction, and here delta G is highly negative. Delta G ഭയങ്കര നെഗറ്റീവ് ആണ്. O3 എപ്പോ നോക്കിയാലും O2 ആവാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ O3 പിടിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചർ ആണ്. കാരണം എന്താ? O3 ഇങ്ങനെ പ്രത്യേകിച്ച് ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് O2 ആയിട്ട് മാറും. ഇത് ഒരുപാട് O3കൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് O3യുടെ സ്റ്റോറേജിൽ നമ്മൾ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, തന്നിരിക്കുന്നവരൊക്കെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഇതിന്റെ പ്രത്യേകത? ന്യൂട്രൽ ആണ്. ലൈക്ക് ലിറ്റ്മസ് പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ആസിഡും ബേസും അല്ലെ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കോ ബ്ലൂ ആക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ I- I2 ആക്കാൻ പറ്റും. ടേക്ക് NO, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു NO2. PbS എടുക്ക്, അതിനെ PbSO4 ആക്കി. ഇതിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് ഇവര് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, ഓസോണിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ബേസിക്കലി ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ കൻ യു ടെസ്റ്റ് ദി ഓസോൺ? നമ്മൾ ചെയ്യുന്നത്, വാട്ട് ഈസ് ദി ആൻസർ? വാട്ട് ഈസ് ദി ആൻസർ? ഐശ്വര്യൻ CBSEക്ക് ഫോക്കസ് ഏരിയ ഉണ്ട്, അതോ മൊത്തം പഠിക്കണമെന്ന്? നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് പോർഷന്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ലൈക്ക് P ബ്ലോക്കിലെ തന്നെ സം ഓഫ് ദി ഏരിയ. ഇപ്പൊ നൈട്രോജന്റെ കേസിൽ നൈട്രോജൻ ഓക്സൈഡ്സ് അധികം സ്ട്രെസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഫോസ്ഫീൻ, ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇറ്റ് ഈസ് ആക്ച്വലി മെൻഷൻഡ്. അത് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സീ ദിസ്, എന്റെ കയ്യില് ഒരു ലബോറട്ടറി ടെസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഞാൻ മെർക്കുറി എടുത്തു. മെർക്കുറിയും ഓസോണും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ മെർക്കുറസ് അയോഡൈഡും ഓക്സിജനും ഉണ്ടാവും. ഓക്കെ. ഈ മെർക്കുറസ് ഓക്സൈഡിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മെർക്കുറി എടുത്തിട്ടുണ്ട്. അപ്പൊ മെർക്കുറി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. മെർക്കുറിക്ക് ഒരു മെനിസ്കസ് നമുക്ക് കാണാം. ഞാൻ ഇതിലേക്ക് ഓസോണിനെ പാസ് ചെയ്യുമ്പോൾ അവരവിടെ റിയാക്ട് ചെയ്യല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇവിടെയുള്ള മെർക്കുറിയും ഓസോണും കൂടി റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്തിട്ട് മെർക്കുറസ് ഓക്സൈഡ് ഉണ്ടായി. അപ്പൊ ഈ മെർക്കുറസ് ഓക്സൈഡ് കിട്ടിയതിന് ശേഷം ഇത് ബേസിക്കലി ഇങ്ങനെ സ്റ്റിക്കി ആണ്. അതായത് ഈ ഗ്ലാസിന് മേലെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുന്നുപോലെ നിന്നിരിക്കുന്ന മെനിസ്കസ് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ മെനിസ്കസ് അതിനെ നഷ്ടപ്പെടും. കാരണം ഇത് റിയാക്ട് ചെയ്തടാ. And based on this appearance or this tailing of this meniscus, based on this tailing of mercury, we understand whether the gas just passed through this narrow tube is ozone or not. ഇപ്പൊ നമ്മൾ ആ ട്യൂബിൽ കൂടി പാസ് ചെയ്തത് ഓസോൺ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് നോൺ ആസ് tailing of mercury. ഓക്കെ. എനിവേ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മെർക്കുറിയാണ്. അത് മാത്രം മനസ്സിലാക്കാം. വെരി ഗുഡ് കാശി. വാട്ട് അബൌട്ട് ദിസ് വൺ, ഓസോൺ? ഇതിന്റെ ആൻസർ പറഞ്ഞു. ഓസോൺ, വാട്ട് ഈസ് ദി ആൻസർ? ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, ന്യൂട്രൽ ടു ലിറ്റ്മസ്, ആംഫോട്ടറിക് ടു ലിറ്റ്മസ്. വാട്ട് ഈസ് യുവർ ആൻസർ? ഈസി റൈറ്റ്? ഇറ്റ് ഈസ് ന്യൂട്രൽ ടു ലിറ്റ്മസ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Tailing of mercury is due to the formation of nothing about. എന്താ ഇതിന്റെ ആൻസർ രാജേശ്വരി? What do you think? Tailing of mercury is due to the formation of. This is easy. ഇതിപ്പോ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. It is due to the formation of mercurous oxide. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. Yes.
And see the next one. Oxygen is more electronegative than sulfur. എടാ ശ്രദ്ധിച്ചേക്കണേ, ഇപ്പൊ ഇവിടെ കമ്പാരിസൺ ചെയ്യുന്നത് ഓക്സിജനും ഉണ്ട് സൾഫറും ഉണ്ട്. ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സൾഫർ. അത് ശരിയാണ്, അത് ശരിയാണ്. അഭിനവമ്പി ഡോണ്ട് മൈൻഡ്. Yet H2S is slightly acidic than H2O. അതായത് ഇവിടെ നമ്മൾ ആരെയാ കൺസിഡർ ചെയ്യുന്നത്? ഹൈഡ്രൈഡ് H2O, H2S, H2SE ഇങ്ങനെ താഴേക്ക് വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ബോണ്ട് ആംഗിൾ കുറയും, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ബോണ്ട് ആംഗിൾ കുറയും അല്ലേ? പിന്നെ എന്തായിരിക്കും? തിങ്ക് അബൌട്ട് ദി ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് കൂടും താഴേക്ക് വരുമ്പോ. അപ്പൊ അതിന്റെ ബോണ്ടിന്റെ സ്ട്രെങ്ത് ഡിക്രീസസ്, കുറയും. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയും. താഴേക്ക് വരുമ്പോ ബോണ്ട് വീക്ക് ആകും, പെട്ടെന്ന് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്? മനസ്സിലാവുന്നുണ്ടോടാ? And what happens to acidic character? Acidic character increases. Acidic character എന്ന് പറഞ്ഞ ability to lose H+, which is the best answer. എന്തുകൊണ്ടാണ് H2S ഉം H2O യും നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ അസിഡിക് ആവുന്നത്? അതിന്റെ ആൻസർ എന്താ? നിങ്ങൾ പറഞ്ഞു. അസിഡിക്കിന്റെ പ്രത്യേകത അറിയാം, H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് യു തിങ്ക് ദിസ് വാട്ടർ ഈസ് ഹൈലി അസോസിയേറ്റഡ് കോമ്പൗണ്ട്. അതുകൊണ്ട് let us move to the other option. അല്ലെ, നമ്മൾ പറയുന്നില്ല അതിന് molecular mass of H2S is greater than that of H2O. H2S ന്റെ molecular mass കൂടുതലാണ് വാട്ടറിനേക്കാളും. അഗൈൻ അതിന് molecular mass കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ acidic characterനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. H2S gas is under ordinary condition while H2O is a liquid. ഒരാൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് അല്ലല്ലോ. ഗ്യാസസിന് അസിഡിക് നേച്ചർ ആവാലോ. ലിക്വിഡ് മാത്രമാണോ ആസിഡ്? അല്ല. HS bond is weaker than HO. HS bond വീക്കാ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം, പെട്ടെന്ന് H+ കൊടുക്കാം. അത് നമ്മൾ കാവ്യ പറയുന്ന പോലെ this is the answer. Right? You get option D. Easy. Yes. Yes. അപ്പൊ അത് ശ്രദ്ധിക്കണേ. നമ്മൾ ഹൈഡ്രൈഡുകളുടെ അസിഡിക് ക്യാരക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കണം. താഴേക്ക് വരുന്നതിനനുസരിച്ച് 16th ഗ്രൂപ്പിന്റെ അസിഡിക് ക്യാരക്ടർ കൂടി കൂടി വരുന്നു. See the next one. അടുത്തത് നോക്കിയേ. SO2 differs from carbon dioxide in that it SO2 സൾഫറിന്റെ കോമ്പൗണ്ട് ആണ്. SO2 ഉം കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്, ഏതിലാണ് വ്യത്യാസം വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഏതിലാണ് ഡിഫറൻസ്? Does not turn lime water milky, dissolves in water to form an acid, combines with oxygen. നമുക്ക് അങ്ങനെ ഒരു ഷുവർ ആയിട്ട് ഒരു അഷ്വറൻസ് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ മുഴുവൻ ഓപ്ഷനും വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു സാധനം ക്ലിക്ക് ആവും. സീരിയസ്ലി, ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്നാൽ പിന്നെ അത് തന്നെയാണ് ആൻസർ എന്ന് വിചാരിക്കാതെ 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് ജസ്റ്റ് പ്രെഡിക്റ്റ്. SO2 ഉം കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ഒന്നിലാണ് ഇവർ തമ്മിലുള്ള സ്വഭാവത്തിൽ മാറ്റം കാണുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ലൈം വാട്ടർ മിൽക്കി ആക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മിൽക്കി ആക്കും. SO2 നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം ദി ആസിഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലിടുമ്പോൾ കാർബോണിക് ആസിഡ്, അത് നമുക്കറിയാലോ. SO2 രണ്ടും ആസിഡിക് ആണ്. വെള്ളത്തിലിട്ടാൽ H2SO3 സൾഫ്യൂറസ് ആസിഡ് ആണ്. അത് ശരിയാണ്, അത് രണ്ടുപേരും തരും. അപ്പൊ ബി ഓപ്ഷൻ ഇസ് നോട്ട് പോസിബിൾ. എയിൽ എന്തോ ഡൗട്ട് ഉണ്ട്. See the next one. Combines with oxygen. മൂന്നാമത്തെ പോയിന്റ്. സൾഫർ ഡയോക്സൈഡ് ഓക്സിജന് കമ്പൈൻ ചെയ്യുന്നു. Do you know the product? എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടോ? എടാ ഇത് SO3 അല്ലേ? സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കണ്ടില്ലേ? കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ കണ്ടില്ലേ? ദിസ് ഇസ് SO3. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടി ചേർന്ന് CO3 ഉണ്ടാവുമോ? തിങ്ക്. അത് ശരിയാണോ? രണ്ടും ഒരുപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? നോ.
Now you are sure about the option C that it is not possible. SO2 ഓക്സിജനും കൂടി SO3 തന്നു എന്ന് വിചാരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനും കൂടി CO3 തരൂല. അപ്പൊ ശരിയാ, വ്യത്യാസം കിട്ടിയില്ലേ? ദി ഓപ്ഷൻ സി ഉറപ്പായി, ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, യെസ് യെസ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഹിയർ കംസ് ദി ഓപ്ഷൻ സി. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യുന്നതാണ്. അപ്പൊ ഇനി ഒന്നുകൂടി, ഇനി താഴെ സപ്പോർട്ട് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ആണ്. ഞാൻ അതിന്റെ ഇക്വേഷൻ കാണിക്കാം. നിങ്ങൾ എയിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഡിയുടെ കേസിലാണെങ്കിൽ SO2 മെഗ്നീഷ്യം കൂടി ചേരുമ്പോൾ മെഗ്നീഷ്യം ഓക്സിജൻ എടുത്തു പ്ലസ് സൾഫർ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മെഗ്നീഷ്യം ആണെങ്കിൽ സിമിലർ റിയാക്ഷൻ പോസിബിൾ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബൺ ഡൈ ഓക്സൈഡിനെ മനസ്സിലാവുന്നുണ്ടോ? യെസ് കാശി, ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കാൽഷ്യം ഹൈഡ്രോക്സൈഡും, ഇതാണല്ലോ സംഭവം. ഇത് നമുക്ക് കാൽഷ്യം കാർബണേറ്റും വാട്ടറും തന്നു. വാട്ടർ നിങ്ങൾ മറന്നേക്കും, ആവശ്യമില്ല ഇതിൽ. ഇതേപോലെ SO2 കാൽഷ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും പ്രോഡക്റ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. SO2, you get calcium sulfite, you get CaCO3 plus H2O. അപ്പൊ രണ്ട് റിയാക്ഷനും നടക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നിങ്ങൾ ഊതി കൊടുക്കുന്ന സമയത്ത് അതിൽ മിൽക്കിനെസ് ഉണ്ടാവുന്നു. മിൽക്കിനെസ് എന്ന് പറഞ്ഞാൽ ടർബിഡിറ്റി അല്ലെങ്കിൽ ഫോംസ് ഓഫ് പ്രിസിപ്പിറ്റേറ്റ് എന്ന അർത്ഥം. And you take sulfur dioxide and mix it with calcium hydroxide, you get calcium sulfate, which is also white solid. You get turbidity, you get milkiness. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 4 ഓപ്ഷനിന്റെ റിയാക്ഷൻസ് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി 4 ഓപ്ഷന്റെ റിയാക്ഷൻസ് നോക്കാം. CaOH ട്വൈസ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റി. വെള്ളത്തിൽ ഇടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആസിഡ് തരുന്നു, H2CO3 H2SO3, അതും കിട്ടി. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യാം. സൾഫർ ഡയോക്സൈഡിനെ ബേൺ ചെയ്തു, അതിനെ ഓക്സിഡൈസ് ചെയ്തു, SO3 കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡിന് ഇനി ബേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. മെഗ്നീഷ്യം ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടിയോ കാശി? യു അണ്ടർസ്റ്റാൻഡ് ദി പോയിന്റ്? മനസ്സിലാവുന്നുണ്ടോ? കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നന്നായിട്ട് ടർബിഡിറ്റി തരിക, കാൽഷ്യം സൾഫേറ്റ് അത്ര തരില്ലെങ്കിലും. ബട്ട് യെസ്, സി ആണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മിൽക്കിനെസ് ഉണ്ടാവുന്നുണ്ട്. റെഡി? യെസ് യെസ് യെസ്, റെഡി അല്ലേ? ഓക്കേടാ. ഇനി നിങ്ങളൊരു മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് സ്ട്രക്ചർ ആണ്. പ്രത്യേകം നോട്ട് ചെയ്യണേ, നിർബന്ധമായും NCERT കൊടുത്തിരിക്കുന്ന സൾഫറിന്റെ ഓക്സി ആസിഡുകളുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഇതിൽ SS ബോണ്ട് ഇല്ലാത്തത് ഏതിനെന്നാണ് ക്വസ്റ്റ്യൻ. SS ബോണ്ട് ഇല്ലാത്തത് ഏതിനാണ്? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ S2O4 2- റൈറ്റ് ഇറ്റ് ആസ് H2S2O4. ഫൈൻ. അതെന്നാണല്ലോ H+ റിമൂവ് ചെയ്തിട്ട് നമുക്ക് S2O4 2- കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇവരുടെയൊക്കെ സ്ട്രക്ചർ വരച്ചു പഠിക്കണം. ഓക്കെ, ആർ ഏബിൾ ടു ഗെറ്റ് ദി പോയിന്റ്? ഇത് ശരിക്കും S2O7- എന്നുള്ളൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഷുഡ് ബി H2S2O7. അങ്ങനെ ആയിരിക്കണം. യെസ്, ആൻസർ പറഞ്ഞോടാ. ഓരോന്നിന്റെ സ്ട്രക്ചർ പഠിക്കണം. 2 സൾഫർ ഉണ്ട്, അപ്പൊ S2 റെഡി. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ള ഹൈഡ്രജൻ ഒക്കെ OHന്റെ ഭാഗമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൾഫറിന്റെ ഓക്സി ആസിഡുകളിൽ വരുന്ന ഹൈഡ്രജന്റെ ഒക്കെ ഓക്സിജന്റെ കൂടെ ഉണ്ടാവുക. അവരാണ് ആൻസർ പറഞ്ഞു. അപ്പൊ 2 ഓക്സിജൻ സെറ്റ്, ബാക്കി 2 ഓക്സിജൻ ഉണ്ട്. യെസ്, ഫൈൻ, യു ഗെറ്റ് ദിസ് വൺ. അപ്പൊ ഇവിടെ ലോൺ പേർ ബാക്കി ഉണ്ടാവും. അടുത്തയിലാണെങ്കിൽ 1 ഓക്സിജൻ എക്സ്ട്രാ വന്നു, അത്രയേ ഉള്ളൂ. 1 ഓക്സിജൻ എക്സ്ട്രാ വന്നു. എക്സ്ട്രാ വന്ന ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്തു. അടുത്തതിൽ H2S2O3 ആണ്. H2S2O3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു H2SO4. എടാ, H2SO4ന്റെ സ്ട്രക്ചർ ഇതാണ്.
ഇതാണ് H2SO4. ഇതാണ് H2SO4. H2S2O3 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഓക്സിജൻ മാറിയിട്ട് ഒരു സൾഫർ വന്നു. അപ്പൊ H2SO3S, അതാണ് H2S2O3. ഒന്നുമില്ല, ഓക്സിജന് പകരം ഒരാൾ സൾഫർ ആയി, ആ വ്യത്യാസമേ ഉള്ളൂ. സോ ദിസ് ഈസ് എസ് ഡബിൾ ബോണ്ട് എസ്, ഡബിൾ ബോണ്ട് OH OH. ഡൺ. യു ടേക്ക് H2S2O7, 2 സൾഫർ ഉണ്ട്, സൾഫർ റെഡി. 2 ഹൈഡ്രജൻ OHന്റെ ഭാഗമാക്കി, 2 ഓക്സിജനും റെഡി. 3 4 5 6 7. 7ാമത്തെ ഓക്സിജൻ അതിന്റെ ഇടയിൽ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണം, അല്ലെ? ഇടയിൽ ഉണ്ടാക്കണം നമ്മൾ. ഏതിലാണ് SS ബോണ്ട് ഇല്ലാത്തത്? SS ബോണ്ട് ഇല്ലാത്തത് ഏതിലാ? There is connection between 2 sulfur in all the case except option D. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്സിജന്റെ കണ്ടന്റ് കൂടുതൽ വരുന്നവർക്ക് സൾഫറിന്റെ ഇടയിൽ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും. റെഡിയാണോടോ? കേട്ടോ? ശ്രദ്ധിക്കണേ, ഒന്ന് നോട്ട് ചെയ്യണേ. നിർബന്ധമായിട്ടും ആ സാധനം നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടു. ഈ ഡി ഒന്നുകൂടി പറയാമോ? നത്തിങ് അബൌട്ട്, അതായത് H2S2O7 ആണ്, 2 സൾഫറിനെ കാണിച്ചു. നമ്മൾ സിമെട്രിക്കലി കൊടുക്കാൻ ആദ്യം നോക്കാം. സൾഫർ റെഡി, പിന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. ആ 2 ഹൈഡ്രജനെ 2 OH ആയിട്ട് കാണിച്ചു. 2 OH കാണിക്കുമ്പോൾ അതിൽ 2 ഓക്സിജൻ വന്നു കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ 7 ഓക്സിജനിൽ 2 എണ്ണം കാണിച്ചു. ബാക്കിയോ 4 ഓക്സിജൻ ബാക്കി, അല്ല 5 ഓക്സിജൻ ബാക്കി, 7 അല്ലേ? അപ്പൊ നിങ്ങൾ ഒരാളെ കൊടുത്തു, ഈക്വൽ ആയിട്ട് കൊടുത്തു, അടുത്തയാളെയും ഈക്വൽ ആയിട്ട് കൊടുത്തു. എടാ, അപ്പോഴേക്ക് സൾഫർ മൊത്തം കമ്പൈൻഡ് ആയില്ലേ? ഇനി ഒരു ഓക്സിജൻ അല്ലേ ബാക്കി. ആ ഓക്സിജന് ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, സൾഫർ സാച്ചുറേറ്റഡ് ആയി. ചുറ്റും മാക്സിമം 6 ബോണ്ടേ സൾഫറിന് പറ്റുള്ളൂ. നോക്കിയേ, 1 2 3 4 5 6. ആൻഡ് ഹെൻസ് യു പ്ലേസ് ഓക്സിജൻ ഇൻ ദ മിഡിൽ. മനസ്സിലാവുന്നുണ്ടോ? നത്തിങ് അബൌട്ട്, ആർ യു ഗെറ്റിംഗ് ഇറ്റ്? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വാട്ട് എവർ ദി ഓക്സിജൻ ഈസ് എക്സ്ട്രാ which cannot satisfy or which cannot give an extra bond to the sulfur should be placed in the middle of the 2 sulfur so that you get SOS linkage. മനസ്സിലായോ എങ്ങനെയാ വരുന്നതെന്ന്? എക്സസ് ആയിട്ട് ഓക്സിജൻ വന്നു, പിന്നെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല, സൾഫർ ഓൾറെഡി സാച്ചുറേറ്റഡ് ആയി. വെരി ഗുഡ്. ഹാലോജൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ ഉണ്ട്. അസ്റ്റാറ്റിനെ നമ്മൾ പഠിക്കുന്നില്ല. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനുകളെയാണ് കമ്പയർ ചെയ്യുന്നത്. അതിൽ ഫ്ലൂറിന്റെ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനിലേക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ കളർ ഉണ്ട്. അയോഡിൻ വയലറ്റ് കളറാണ്, പക്ഷെ ബ്രൗണിഷ് ആയിട്ടാണ് പൊതുവെ അപ്പിയർ ചെയ്യുക. ബ്രോമിൻ റെഡിഷ് യെല്ലോ ആണ്, അല്ലെ? ക്ലോറിൻ യെല്ലോ കളർ. ഇങ്ങനെ നമുക്ക് ഇവരുടെ കളറുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് വൈ ദേ ആർ കളേർഡ്? എടാ, എന്തുകൊണ്ടായിരിക്കും ഇവർ കളേർഡ് ആവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് കളർ കാണാൻ പറ്റുന്നത്? Is it due to the absorption of UV radiation or IR radiation, or is it because of the absorption of light, or none of the above? ആരെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കളർ കാണാൻ പറ്റുന്നത്? One color is absorbed, complementary color is reflected or transmitted, right? You consider the color triangle where you have Vibgyor. Violet ന്റെ complementary color yellow, റെഡിന്റെ കോംപ്ലിമെന്ററി കളർ ഗ്രീൻ, റെഡിന്റെ കോംപ്ലിമെന്ററി കളർ ഗ്രീൻ. അപ്പൊ കോംപ്ലിമെന്ററി കളർ നമ്മൾ കാണണമെങ്കിൽ അതിന്റെ മറ്റേ കളറല്ലേ അല്ലെ അബ്സോർബ് ചെയ്യേണ്ടത്? യു ഗെറ്റ് ആൻസർ സി. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അബ്സോർപ്ഷൻ ഓഫ് വിസിബിൾ ലൈറ്റ്. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അബ്സോർപ്ഷൻ ഓഫ് വിസിബിൾ ലൈറ്റ്. Dissolution of SO2 in water produces. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടി ഇത് കണ്ടിട്ട് നമുക്ക് ഇനി assertion reason question ഒരു 5-6 പരിചയപ്പെടാം. Give that. Dissolution of SO2 in water produces. SO2 in water produces what? പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ നമ്മൾ വെള്ളത്തിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പൊതുവെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും മാറാൻ പാടില്ല.
കാരണം വാട്ടർ എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജന്റോ റെഡ്യൂസിങ് ഏജന്റോ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ നമ്മുടെ സെല്ലൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും, റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിലും റിയാക്ട് ചെയ്യും. അപ്പൊ വാട്ടർ ന്യൂട്രൽ ആണ്, അതിന് പ്രത്യേകിച്ച് ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ആവാനോ കഴിയില്ല. പിന്നെ കൂടെ ഉള്ളവരാണ് തീരുമാനിക്കുക എന്താ സംഭവിക്കുക. ഇപ്പൊ ജനറലി സ്പീക്കിംഗ് പൊതുവെ യെസ് അപ്പൊ പൊതുവെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എടാ നിങ്ങൾക്ക് CBSE സൈറ്റിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് H2O കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ H2O കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പൊതുവെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറില്ല, എക്സെപ്ഷൻസ് ഉണ്ട്. What do you think? What is the answer here? The oxidation state of sulfur here is +4. SO2 എന്ന് പറഞ്ഞാൽ acidic ആണ്, സൾഫറിന്റെ ഓക്സൈഡ് ഒക്കെ acidic ആണ്. അപ്പൊ അതൊരു ആസിഡ് തരും. പക്ഷെ അത് H2SO4 ആണോ? അല്ല. ഇതില് സൾഫറിന്റെ ഓക്സിഡേഷൻ +6 അല്ലേ? This is not logically, that is not correct. Yes, D is the answer. Very good. D ആണ് ആൻസർ. അതിന്റെ കാരണം എന്താ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? എടാ ഞാൻ പറയുകയാണേ, എന്റെ കയ്യില് N2O5 വെള്ളത്തിലിട്ടു. അപ്പൊ എനിക്ക് കിട്ടുന്നത് HNO2 ആയിരിക്കോ HNO3 ആയിരിക്കോ? നിങ്ങൾ പറഞ്ഞേ. N2O5 വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ is it HNO2 or is it HNO3? ഒന്ന് പറയാമോ? What do you get? നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണെന്ന് മനസ്സിലായി. അപ്പൊ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവൈലബിൾ ആണ്. ദിസ് ഈസ് ദി പ്രോഡക്റ്റ്. HNO2 ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള നൈട്രജൻ വേണം അതിന്റെ കൂടെ. സോ ദാറ്റ് ഈസ് N2O3. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വാട്ടറിന്റെ കൂടെ ഓക്സൈഡുകൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊതുവെ മാറാറില്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. യെസ് ഹാലജൻസിലേക്ക് നമ്മൾ എത്തി. ഹാലജന്റെ അബ്സോർപ്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഹാലജൻ കൺസിഡർ ചെയ്യുമ്പോൾ ഹാലജനുകളുടെ ഹൈഡ്രൈഡ് എടുത്താൽ, and this is now extremely important, HF, HCl, HBr, HI ഇവരുടെ ബോയിലിംഗ് പോയിന്റ് എടുക്കും. താഴേക്ക് വരുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ മാസ് കൂടുമല്ലോ. യെസ്, മാസ് കൂടുമ്പോ ബോയിലിംഗ് പോയിന്റ് കൂടുമല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുമ്പോ ബോയിലിംഗ് പോയിന്റ് കൂടണം. എന്തെങ്കിലും എക്സെപ്ഷന് സാധ്യതയുണ്ടോ? യെസ്. HFന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? യെസ്. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം. നേരത്തെ NH3 പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചേക്കണേ. 15th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ് ഇവരുടെ ഹൈഡ്രൈഡുകൾ NH3 എക്സെട്ര, H2O എക്സെട്ര, HF എക്സെട്ര ഇവരുടെ എല്ലാവരുടെ കേസിലും ടോപ്പിൽ വരുന്ന NH3 15th ഗ്രൂപ്പിന്റെ ടോപ്പിൽ വരുന്നത്, H2O 16th ഗ്രൂപ്പിന്റെ ടോപ്പില്, HF 17th ഗ്രൂപ്പിന്റെ ടോപ്പില്. ഇവരൊരു വല്ലാത്ത സ്വഭാവം കാണിച്ചു, നമ്മളെ കുഴപ്പത്തിലാക്കി. They form hydrogen bonding between the molecules and that gives extra attraction which increases the boiling point. NH3 കേസിൽ എന്താ സംഭവിച്ചത്? അത് എക്സാക്ട്ലി മിഡിൽ വരിക ചെയ്തേ. പക്ഷെ H2Oയുടെയും HFന്റെയും കേസിൽ അത് ഹയസ്റ്റ് ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഹയസ്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ പൊതുവെ HIക്കാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. HF അതുക്ക് മേലെ വരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതുപോലെ H2O, H2S, H2SE, H2TEയിൽ H2TEക്കാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. പക്ഷെ വാട്ടറിന് കുറച്ച് എക്സ്ട്രാ വന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 3 പേരുടെ ഹൈഡ്രൈഡുകൾ ഒരുമിച്ച് നോട്ട് ചെയ്താൽ മതി, അപ്പൊ ഈസിയാണ്. NH3 ജസ്റ്റ് മിഡിൽ വന്നു, ബാക്കിയുള്ളവർക്ക് ഏറ്റവും ടോപ്പിൽ വന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് യുവർ ആൻസർ? ഏറ്റവും കൂടുതൽ HF, അത് കഴിഞ്ഞിട്ട് താഴെയുള്ളവരാണ് HI. യുവർ ഓപ്ഷൻ ഡി, റൈറ്റ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. എപ്പോഴും താഴേക്ക് വരുമ്പോൾ മാസ് കൂടും, ബോയിലിംഗ് പോയിന്റ് കൂടും. HIക്കാണ് ഏറ്റവും ഹയസ്റ്റ് വരേണ്ടത്. പക്ഷെ HF എക്സെപ്ഷൻ ആയതുകൊണ്ട് കമ്പയർ ചെയ്തപ്പോൾ അതിന്റെ മേലേക്ക് കയറി വന്നു, അത്രയേ ഉള്ളൂ.
യെസ് അത്രേ ഉള്ളൂടാ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ അഫിനിറ്റിയാ ചോദിക്കുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ താഴേക്ക് വരുമ്പോ ഇലക്ട്രോൺ അഫിനിറ്റി കൂടും പൊതുവെ. അപ്പൊ ഇലക്ട്രോൺ അഫിനിറ്റി, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. HCl ഹൈഡ്രജൻ ബോണ്ട് ഇല്ലേന്ന് ആഷ്വിൻ ചോദിച്ചിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഫോൺ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്നത് ഫോണാണ്. ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനുമാണ് ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുക. ബട്ട് ആക്ച്വലി ഫോൺ കോൾ എന്ന് ആലോചിക്കണം നമ്മള്. ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനും ക്ലോറിനും. പക്ഷെ ക്ലോറിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ വീക്ക് ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് എന്ന പേര് HCl പറയരുത്. HCl ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല എന്ന കൺക്ലൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോൺ അഫിനിറ്റി താഴേക്ക് വരുമ്പോൾ കൂടും. പക്ഷെ ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ലോറിനാണ് ഹയസ്റ്റ് വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോപ്പും തൊട്ട് താഴെയും വരുമ്പോ സ്ഥലത്തിന്റെ ചില പരിമിതി ഉണ്ടല്ലോ. ഫ്ലൂറിനേക്കാളും കുറച്ചുകൂടി സ്ഥലം ഉള്ളത് ക്ലോറിനാണ്. അതുകൊണ്ടാണ് വന്നത്. ഓപ്ഷൻ എ ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ജെനി, പ്രശാന്ത്, അത് എന്തുകൊണ്ടാന്ന് ക്ലിയർ ആയോടാ? ഓ, ഞാൻ ആ കളർ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് സോറി. ഇസ് ഇറ്റ് വിസിബിൾ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ. കേട്ടോ? ഈ ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വന്നത്, ഫ്ലൂറിൻ എക്സ്ട്രീം സ്മോൾ സൈസ് ആണ്. ഭയങ്കര ചെറുതായി പോയി. ഭയങ്കര ചെറുതാകുമ്പോ പിന്നെ ഇലക്ട്രോണിനെ അത്ര പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റൂല. കാരണം സ്ഥലം ഇല്ലല്ലോ. വരുന്ന ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഉൾക്കൊള്ളാൻ സ്ഥലം വേണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് സംസാരിച്ച് കുറച്ച് സമയം എടുത്ത് എല്ലാവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ സമ്മതിപ്പിച്ച് ഇലക്ട്രോണുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. ബൈ ദ ടൈം ക്ലോറിൻ വിൽ ബി ഏബിൾ ടു അക്കോമഡേറ്റ് ദ ഇലക്ട്രോൺ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. വെരി ഗുഡ് രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്, യു വിൽ ആൻസർ ദിസ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ്. ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് അല്ലേന്ന് കാശിനാഥ് ചോദിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി അതിന്റെ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇലക്ട്രോൺ അഫിനിറ്റി പറയുമ്പോൾ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? അപ്പൊ അത് ഏറ്റവും കൂടുതൽ ക്ലോറിൻ ആണല്ലോ. What is the answer for this one? Halogens have strong affinity for hydrogen. Which of the following is halogen acid should have the highest bond dissociation enthalpy? HF, HCl, HBr, HI. താഴേക്ക് വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താഴേക്ക് വരുമ്പോ സൈസ് ഹൈഡ്രജൻ സെയിമാ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ സൈസ് കൂടുന്നുണ്ട്. അപ്പൊ ബോണ്ടിന്റെ നീളം, ബോണ്ട് ലെങ്ത് കൂടും. അപ്പൊ ബോണ്ടിന്റെ ശക്തി കുറയും. ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കുറയും. എടാ, വീക്ക് ബോണ്ടിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം. ഏത് ബോണ്ടിനെയാ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? HI. അതുകൊണ്ടാണ് HI വളരെ സ്ട്രോങ് ആസിഡ് ആയത്. പെട്ടെന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഹയസ്റ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആർക്കാ എന്നുള്ളതാണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഹയസ്റ്റ് ആർക്കാണ്? ഏറ്റവും സ്ട്രോങ് ബോണ്ട് ഏതിലാ? അപ്പൊ നമുക്കറിയാം സ്ട്രോങ് ബോണ്ട് ഏതാ? ബോണ്ട് ലെങ്ത് കുറവുള്ളയാളല്ലേ? ആൻഡ് ദാറ്റ് ഈസ് HF. ദാറ്റ് ഈസ് യുവർ ആൻസർ. യു ഗെറ്റ് HF. മനസ്സിലായോ? HF ആണ്. ഹലോ അനീറ്റ വർഗീസ്. ഇറ്റ്സ് ഓക്കെ അഭിറാം. അടുത്ത ആൻസർ പറയൂടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് മോസ്റ്റ് വോളറ്റൈൽ? ആൻസർ തെറ്റിക്കല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തതാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് മോസ്റ്റ് വോളറ്റൈൽ? അറിയിച്ചോക്കൂ. മോസ്റ്റ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വോളറ്റൈൽ ആവുന്ന, ആവിയാവുന്നത്, അഥവാ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളവര്. ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. തിങ്ക് which is it? Is it HF, HCl, HBr, HI? ബോയിലിംഗ് പോയിന്റ് ആലോചിച്ച് നോക്ക്. താഴേക്ക് വരുമ്പോ കൂടും. HI കാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ HF ഒരു പ്രശ്നമുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ്.
And what is your answer? It's HCl. ബോയിലിംഗ് പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ്. പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നയാളല്ലേ വോളറ്റൈൽ. ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളവർ അത്ര പെട്ടെന്നൊന്നും ബോയിൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാശി, ഇസ് ദാറ്റ് ക്ലിയർ? എടാ ആഷിനെ ബേസിൽ ക്ലിയർ ആണോ? വൈ ദി ഓപ്ഷൻ ബി എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ഇറ്റ്സ് HCl. ഓക്കെ, നത്തിങ് അബൌട്ട്. യെസ് യെസ്. The next one, which of the following orders is not in accordance with the property stated against it? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. Which is not properly given. Which order is not correct? ഓപ്ഷൻ എ നോക്ക്, അത് ശരിയാണോ അല്ലയോ എന്ന് പറ. ഹലോ ടോക്ക് വിത്ത് ജഗൻ. What is the answer here? പറഞ്ഞോളൂ. Which of the following orders is not in accordance with the property indicated, which is wrongly given? A, B, C, D. See the bond dissociation enthalpy. Halogens in the bond dissociation enthalpy നോക്കിയാൽ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അതിൽ ഫ്ലൂറിനെ മാറ്റി നിർത്തണം. ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും, ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ടിന്റെ ശക്തി കുറയും, ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറയും. അപ്പൊ നമുക്കറിയാം അയോഡിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ ബ്രോമിനും അതിനേക്കാളും കൂടുതൽ ക്ലോറിനും വേണം. പക്ഷെ ഫ്ലൂറിനെ നിങ്ങൾ എവിടെയാ പ്ലേസ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? This is chlorine, bromine, fluorine and iodine. See this. എടാ ഫ്ലൂറിന് ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഭയങ്കര ചെറുതാണ്. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ വരൂലേ, ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതായത് അതിന് ഇത്രയും ആൾക്കാരെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരും, അപ്പൊ അത് പൊട്ടിപ്പോവും. യെസ്, എ ആണ് കാശി. എ itself is the answer. Oxidizing power ശരിയാ. Fluorine is the strongest oxidizing agent according to the electrochemical series. ഇലക്ട്രോകെമിസ്ട്രിയില് കാണുന്നതാ അത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ is extreme. That is fine. Acidic character താഴേക്ക് വരുമ്പോ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവും, acidic character കൂടും. That is also correct. Hi is the most acidic one. See, electronegativity down the group decreases. Fluorine is the most electronegative element. You get option A. A is your answer. Okay. അടുത്ത question നോക്കാം. Ready അല്ലേ? What is the shape of ClO3? ClO3 യുടെ ഷേപ്പ് എന്താണ് പറയാമോ? ആലോചിച്ച് നോക്കണം. ClO3 ക്ലോറിൻ സെന്ററിലുണ്ട്. ക്ലോറിന് 7 ഇലക്ട്രോണുകളാണ് വാലൻസ് ഷെല്ലിലുള്ളത്. പ്ലസ് മോണോവാലന്റ് ആറ്റംസ് ഒന്നുമില്ല. എടാ ClO3 എന്ന് പറഞ്ഞ ഇതല്ലേ സംഭവം. 3 ഓക്സിജൻ ചുറ്റും വേണം. ഓക്സിജൻ ഡൈവാലന്റാ എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് കൊടുത്തേക്കണം. അപ്പൊ തന്നെ ടോട്ടൽ 6 ബോണ്ട് ക്ലോറിന്റെ ചുറ്റും വന്നു കഴിഞ്ഞു. 6 bonds, 6 covalent bonds അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ക്ലോറിൻ ആകെ കൂടി 7 ഇലക്ട്രോണേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ 6 എണ്ണവും ബോണ്ടിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്. So this is the case. What do you get? There is 1 odd electron. There are 3 bonds. Total 4 പേരുണ്ട്. ടെട്രാഹെഡ്രലി ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. പക്ഷെ ഫൈനൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ടെട്രാഹെഡ്രൽ എന്നാണോ പറയേണ്ടത് അതോ പിരമിഡൽ എന്നാണോ പറയേണ്ടത്? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. 2 ഓപ്ഷനും തന്നിട്ടുണ്ട്. Since one of the tetrahedral position is occupied by an odd electron, the final shape looks like a pyramid. When you have both, your answer will be A. That should be triangular pyramid. മനസ്സിലായോ? അതുകൊണ്ട് A കൊടുത്തേ. അപ്പൊ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്കെലിറ്റൻ മാത്രമാണ് പറയേണ്ടത്. ഈ ഇറച്ചി കഷ്ണം ഒന്നും പറയരുത്. ആ ലോൺ പെയറും ബോൺ പെയറും ഒന്നും പറയരുത്.
യെസ് അത് നമ്മൾ ശ്രദ്ധിക്കണം. വാട്ട് അബൌട്ട് ദി ഷേപ്പ് ഓഫ് XeF4? 18th ഗ്രൂപ്പിൽ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ സെനോണിന്റെ കോമ്പൗണ്ടുകൾ ഉണ്ടായി ഹിസ്റ്ററി പറയുന്നുണ്ട്. ബെർത്ലോട്ട് എന്നുള്ള സയന്റിസ്റ്റ് സെനോണും പ്ലാറ്റിനം ഫ്ലൂറൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് XePtF6 എന്ന കോമ്പൗണ്ട് ഉണ്ടാക്കി. ആ ഹിസ്റ്ററി, അതിന്റെ റിയാക്ഷനും പിന്നെ അറിയേണ്ടത് ഇവരുടെയൊക്കെ സ്ട്രക്ചേഴ്സും ആണ്. ഇതിന്റെ ആൻസർ പറയാമോ? വാട്ട് ഈസ് ദ ഷേപ്പ് of XeF4? Xenon, 18th group. There are 8 valence electrons. 4 ബോണ്ട് ഫ്ലൂറിനുമായിട്ട് ഉണ്ടാക്കണം. So that you have 2 lone pairs and 4 bond pairs. Total 6 person are available. 6 പേരുണ്ടെങ്കിൽ shape should be octahedral. പക്ഷെ അതിൽ 4 എണ്ണം ഫ്ലൂറിനും 2 എണ്ണം ബോണ്ട് പെയേഴ്സും ആണ്. വാട്ട് ഈസ് എ ഫൈനൽ ഷേപ്പ്? ഒക്ടാഹെഡ്രൽ ഉണ്ട്, ശരി. ബട്ട് ഡു യു ഹാവ് എനി അതർ ഓപ്ഷൻ വിച്ച് ഈസ് മോർ കൺവീനിയന്റ് ടു ആൻസർ? ഇറ്റ് ഈസ് പ്ലാനാർ. സി ദിസ് ഈസ് പ്ലെയിൻ, റൈറ്റ്? ദിസ് ഈസ് പ്ലാനാർ. പ്ലാനാർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പ്ലാനാർ ആണ്. യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. What is the next category possible? Passage questions ഉണ്ട്. But before that, let us discuss some of the assertion reason questions. അപ്പൊ assertion reason ടൈപ്പില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 സ്റ്റേറ്റ്മെന്റ്സ് തരും. ഒന്നാമത്തത് ഒരു സെന്റൻസും രണ്ടാമത്തത് അതിന്റെ റീസണുമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു ചെക്ക് ആ തന്നിരിക്കുന്ന രണ്ടും കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ എ കറക്റ്റ് ആണോ, ബി കറക്റ്റ് ആണോ, ബി എക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നും പറയണം. അതായത് ദാറ്റ് ഈസ് ദി ഓപ്ഷൻ എ. നോക്കണേ, എന്ന് നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്താൽ അതിന്റെ അർത്ഥം 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ ആക്ച്വൽ റീസണുമാണെന്ന് എഗ്രി ചെയ്യുന്നുണ്ട്. 2 കറക്റ്റ് ആവുകയും പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റീസൺ ശരിയല്ല എന്നാണെങ്കിൽ ബി എന്ന ആൻസർ എഴുതണം. എ കറക്റ്റ്, ബി തെറ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. എ തെറ്റ്, ബി കറക്റ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് നിങ്ങൾ പറയാണ്. ഇപ്പൊ ലെറ്റ് us say കാശിനാഥിന് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ആ സെന്റൻസ് ശരിയാണ്. ദാറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എന്നിട്ട് പറയാണ് കാശിനാഥ് ഇന്നൊരു ബ്ലാക്ക് ഡ്രസ് ആണ് ധരിച്ചത്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ആ റീസൺ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലല്ലോ. ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ടാണോ വിശന്നത്? അല്ല. അങ്ങനെ റീസൺ കറക്റ്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി പറയണം. ഇതാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോടോ റുക്സ, യു ആർ ഗിവൺ എ ആർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഷോർട്ട് ആക്കിയിട്ട്. എ ഈസ് അസേർഷൻ, ആർ ഈസ് റീസൺ. ഗിവ് മീ ദി ഓപ്ഷൻ. ഇസ് ഇറ്റ് എ, ബി, സി, ഡി? വായിച്ചു നോക്ക്. എമംഗ് ചാൽക്കോജൻസ് എന്ന് പറഞ്ഞ 16th ഗ്രൂപ്പ്. Among chalcogens, tendency of catenation is maximum for sulfur. Among chalcogens, tendency of catenation is maximum for sulfur. So, is this statement true? Is it a correct statement? Is it valid? Yes, that is correct. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആലോചിച്ച് നോക്കിയേ. എടാ, ഓക്സിജന് മാക്സിമം ഓസോണെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. But sulfur has got this puckered form. I'll draw like this. It's in the format of a crowd. You have sulfur, 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 sulfur. Sulfur has got so many, or the linear formation of SS bond is possible due to the catenation ability. അതെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എ കറക്റ്റ് ആണ്, എ ട്രൂ ആണ്. I mean, assertion എന്നുള്ളത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലേ? SS bond is stronger than OO bond. ശരിയാ. ബോണ്ട് സ്ട്രോങ് ആയാലല്ലേ കാര്യമായിട്ട് ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. And that should be correct. And this is the question. Is it option A or B? എല്ലാരും ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. assertion correct ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ assertionനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ?
സ്ട്രോങ് ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൂടുതൽ ബോണ്ടുകൾ ഉണ്ടാക്കുന്നതിൽ അർത്ഥമുള്ളൂ. സോ കാറ്റിനേഷൻ ഈസ് ദ സെൽഫ് ലിങ്കിങ് എബിലിറ്റി. വാട്ട് ഈസ് ദി ഓപ്ഷൻ? ഇസ് ഇറ്റ് എ ഓർ ബി? പറയടാ, ഓപ്ഷൻ വരുന്നത് എ ആണോ ബി ആണോ? പറഞ്ഞേ. What do you think? കാറ്റിനേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് പേര് ലിങ്ക് ചെയ്യുന്നു. അത് സ്റ്റേബിൾ ആണെങ്കിലേ ലിങ്ക് ചെയ്യുള്ളൂ, അത് സ്ട്രോങ് ആണെങ്കിലേ ലിങ്ക് ചെയ്യുള്ളൂ. അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കാർബണിന്റെ ലോങ്സ്റ്റ് ഫോം ചെയ്യാൻ പറ്റുന്നത്? CC ബോണ്ട് അത്രയും സ്റ്റേബിൾ ആണ്, അത്രയും ബോണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് ഓക്സിജൻ ഉണ്ടാക്കാത്തത്? ഓക്സിജൻ അത്രയും ബോണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റേബിൾ അല്ല, അത്രയും ബോണ്ട് സ്ട്രെങ്ത് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, is that clear? Think twice and give the answer. Kashi, Jenny, Sufyan, nothing about. What is the answer? Q of Sheba. What is the answer? The answer is the A. Think it again. ഒന്നുകൂടി ആലോചിച്ച് നോക്കേ. നിങ്ങൾ കാറ്റിനേഷൻ നടക്കണമെങ്കിൽ, ബോണ്ട് ഉണ്ടായി പോവണമെങ്കിൽ ഉണ്ടാകുന്ന ബോണ്ടുകൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ കാറ്റിനേഷനിൽ ഉണ്ടാകുന്ന ബോണ്ടുകൾ സ്ട്രോങ് ആണെങ്കിൽ ദേ ഫേവർ കാറ്റിനേഷൻ. ഓക്സിജന്റെ കേസിൽ എന്താ പ്രശ്നം? ഓക്സിജന്റെ സിംഗിൾ ബോണ്ട് വീക്കാ, അതിനേക്കാൾ ഓക്സിജൻ ഡബിൾ ബോണ്ടാ കുറച്ചുകൂടി നല്ലത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സിംഗിൾ ബോണ്ട്. SS സിംഗിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. പറഞ്ഞ് ക്ലിയർ ആയിടോ? ആകാശി ക്ലിയർ ആണോ? ജെനി ക്ലിയർ ആണോ? നത്തിങ് അബൌട്ട്. വാട്ട് അബൌട്ട് യു? ഇസ് ദാറ്റ് ക്ലിയർ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദി പോയിന്റ്? ഡു യു ഗെറ്റ് ദി ഐഡിയ? മനസ്സിലായോ? റെഡി? Okay. See the next one. The melting point or boiling point of noble gases are quite high. Adu sheriyano? True or false? Melting point and boiling point of noble gases are quite high. True or false? Parne. Noble gases, ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ വീക്ക് ആണ് അല്ലേ? യെസ്, അട്രാക്ഷൻ വീക്ക് ആണ്. കാശി എന്താ ചോദിച്ചത് മനസ്സിലായില്ല. അട്രാക്ഷൻ ഈസ് വീക്ക്. അപ്പൊ അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ വാട്ട് ഹാപ്പൻഡ്? പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാലോ. എടാ, ഇവര് തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും ഇല്ല, പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതായത് പെട്ടെന്ന് ബോയിൽ ചെയ്യാം, പെട്ടെന്ന് മെൽറ്റ് ചെയ്യാം. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവല്ലേ? What about the first statement? Is that true or false? Melting point or boiling point of noble gases are high. Is that correct? Bhayangara high are? No, they are gases. The physical state exhibiting അല്ലെങ്കിൽ physical state gas എന്ന് പറഞ്ഞാൽ that itself indicate they are highly volatile. എടാ, volatile ആയതുകൊണ്ടല്ലേ അത് ഗ്യാസ് ആയത്, അല്ലെങ്കിൽ പിന്നെ അത് ലിക്വിഡ് ആയിട്ട് ഇരുന്ന് തന്നെ. വാട്ടർ എന്തുകൊണ്ടാണ് ലിക്വിഡ് ആയത്? ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. So the statement itself is false. That's a false statement. നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആൻസർ പറയാമേ. എ ഫോൾസ് ആയി. വാട്ട് ഈസ് ദി ആൻസർ? യെസ് യെസ് യെസ്, അതെ അതെ, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ കാശി. യെസ്. വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് വൺ? റീസൺ ശരിയാണോ? ദ ഇന്റർപാർട്ടിക്കിൾ ഫോഴ്സസ് എമംഗ് നോബിൾ ഗ്യാസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ വാണ്ടർവാൾ ഫോഴ്സസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നോബിൾ ഗ്യാസസിന് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവട്ടെ ലിക്വിഡ് സ്റ്റേറ്റിലാണല്ലോ ബോയിലിംഗ് പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പൊ അത് വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. അത് ശരിയാണ്. സോ എ ഈസ് ഫോൾസ്, റീസൺ ഈസ് കറക്റ്റ്. യു ഹാവ് ഓപ്ഷൻ ഡി. ലാസ്റ്റ് ഓപ്ഷൻ അത്. എ തെറ്റുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. വിൽ ഗോ ത്രൂ സം 3 or 4 more questions. ഒരു 3-4 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം കേട്ടോ. And then we'll conclude. See this. White precipitate of silver chloride. Assertion വായിക്കുവാണേ. White precipitate of silver chloride, AgCl, get dissolved in ammonium hydroxide. അമോണിയയുടെ യൂസ് ആണ്. Is this correct? ആലോചിച്ച് നോക്കണം. AgClഉം അമോണിയയും തമ്മിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. They form coordination complexes. Yes.
Cl2 വേണ്ട, Cl. വൈറ്റ് precipitate of silver chloride അമോണിയം ഹൈഡ്രോക്സൈഡ് കൊടുക്കുമ്പോൾ AgCl ഒരുമിച്ചിട്ട് നിൽക്കുന്നതാണ്. Ag+ഉം Cl- ആണ്. പക്ഷെ NH3 ഇടയിൽ കയറി കളിച്ചപ്പോ AgNH3 twice is forming a coordination cation and there is anion. They are dissolved. They are dissolved. Do you remember this? This is correct. അത് ശരിയാ. ആ പറഞ്ഞ സാധനം ഉള്ളതാണ്, അത് നടക്കുന്നതാണ്. ഇതായിരുന്നു യൂസ്. ഓർമ്മയുണ്ടോടാ നിങ്ങൾക്ക്? കോപ്പർ ബ്ലൂ കളറാണ്, അതിലേക്ക് അമോണിയ കൊടുക്കുമ്പോൾ ഡീപ്പ് ബ്ലൂ കളർ കിട്ടുന്നു. ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി പറയാം. അതായത് ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഒന്നുകൂടി പറയാമേ. അമോണിയയുടെ യൂസ് ആലോചിക്കുമ്പോൾ ഡിറ്റക്ഷൻ ഓഫ് മെറ്റൽ അയോണിന് അമോണിയ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ? കോപ്പർ 2+ അമോണിയ കൊടുക്കുമ്പോൾ അതൊരു കോംപ്ലക്സ് ആവുമോ? അപ്പൊ ബ്ലൂ കളറിലുള്ള കോപ്പർ ഡീപ്പ് ബ്ലൂ കളറായിട്ട് മാറുന്നു. മനസ്സിലായോ? ഇതാണ് അമോണിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു യൂസ്. അത് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. അതേപോലെ ഞാൻ AgCl ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് അമോണിയ ആഡ് ചെയ്യുമ്പോൾ Agയുടെ കൂടെ കോംപ്ലക്സ് ഉണ്ടാവും. പക്ഷെ 2 അമോണിയ ഉള്ളൂ. കോപ്പറിന്റെ കൂടെ 4 അമോണിയ ഉണ്ട്, Agയുടെ കൂടെ 2 അമോണിയ. ഇതാ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, AgCl ഉണ്ട്, എടാ അവര് കാറ്റിയോണോ ആനിയോണോ ആയിട്ട് സെപ്പറേറ്റ് ആക്കി അമോണിയ. അപ്പോഴേക്ക് അത് ഡിസോൾവ് ആയി എന്നല്ലേ അർത്ഥം? പ്രിസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇത് അമോണിയയുടെ ബേസിക് നേച്ചർ ആണ്. യു ഷുഡ് സ്റ്റഡി ദിസ്. ഇതിപ്പോ കോപ്പറിലും ചോദിക്കാം, സിൽവറിലും ചോദിക്കാം. NCERT കൊടുത്ത എക്സാമ്പിൾ ഇത് രണ്ടും, അത് മാത്രം മതി. മനസ്സിലായോ? സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. വൈറ്റ് precipitate of silver chloride gets dissolved in ammonium hydroxide. AgCl വെള്ളത്തിൽ precipitate ആണ്, പക്ഷെ അമോണിയം ഹൈഡ്രോക്സൈഡിൽ precipitate അല്ല. ഇതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കറക്റ്റ്. എപ്പോഴാ precipitate ആവാതിരിക്കുക? കാറ്റയോണും ആനിയോണും സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. കേട്ടോ? യെസ് ആൽബാന, വിൽ ഫിനിഷ് ഇറ്റ് സൂൺ, ഡോണ്ട് വറി. See the reason. Reason നോക്ക്. NH3 reacts with AgCl to form a soluble complex with the formula AgNH3 twice Cl. This is also correct. What is your answer? Is it A, B, C, D? What is your option? Your option is A. You get A as the option. A ആണ് ഓപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. സൾഫ്യൂരിക് ആസിഡ് ഈസ് മോർ വിസ്കസ് ദാൻ വാട്ടർ. വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി വിസ്കോസിറ്റി കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡിന്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ലാബ്? സാധ്യത കുറവല്ലേ, നിങ്ങൾ ലാബ് ചെയ്തിട്ടുണ്ടാവില്ല. യെസ്. അല്ലെങ്കിൽ മേ ബി 8th 9th 10th ഡു യു റിമെമ്പർ സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് ഓർമ്മയുണ്ടോ? അത് വെള്ളം പോലെയാണോ അതോ കുറച്ചുകൂടി തിക്കാണോ? വാട്ട് യു ഗെറ്റ്? വാട്ട് ഈസ് ഇറ്റ്? വിസ്കസ് ആണോ അല്ലയോ? ശരിക്കും സൾഫ്യൂരിക് ആസിഡ് കുറച്ചുകൂടി വിസ്കസ് ആണ്. അതിന്റെ കാരണം തന്നെ ദർ ഈസ് ഹൈഡ്രജൻ ബോണ്ട് എമംഗ് ദംസെൽസ്. അപ്പൊ നിങ്ങൾ ഈ സൾഫ്യൂരിക് ആസിഡിനെ അനലൈസ് ചെയ്താൽ തന്നെ ചെറിയൊരു കണക്ഷൻ അവർ തമ്മിലുണ്ട്. ചെയ്തിട്ടില്ല. യെസ് യെസ് യെസ്. അപ്പൊ അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിനെ പോലെ അത്രയും ലൂസ് അല്ല, കുറച്ച് വാട്ടറിനെ പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടി തിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി തിക്കാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ് 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 യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ അപ്പൊ എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. യെസ്, അത് പറയാം അശ്വിൻ, എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഏതാ? അടുത്തത് ഇൻ സൾഫ്യൂരിക് ആസിഡ് സൾഫർ ആറ്റം എക്സിബിറ്റ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സൾഫ്യൂരിക് ആസിഡില് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹയസ്റ്റ് ആണ്. അത് ശരിയാ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. സൾഫറിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 അതാണ് H2SO4 ഉള്ളത്. ഓക്കെ, അത് ശരിയാണ്. അതിന് ചോദ്യം വന്നു, അത് ശരിയാവുന്നത് എങ്ങനെയാണ് ഇതിന്റെ വിസ്കോസിറ്റിയെ ബാധിക്കുന്നത്? കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാർബൺ ഡൈ ഓക്സൈഡിൽ +4 അല്ലേ? അത് വിസ്കോസാ? No. How the oxidation state decides the viscosity, which is illogical, nonsense, right? So A യും R ഉം കറക്റ്റ് ആണെങ്കിലും
R is not the correct explanation. Explanation hydrogen bonding ആണ്. Why it is more viscous? Because there is intramolecular hydrogen bonding. This is B. You get option B. B ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? B ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്. ഇതിന്റെ ആൻസർ എന്താ വരിക? HBr is stronger acid than HI. True or false? പെട്ടെന്ന് പറ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. True or false? അത് പറഞ്ഞേ. Is it true or false? HBr HI നോക്കി താഴേക്ക് വരുന്നതിനനുസരിച്ച് acidic character കൂടും. HI ആണ് കൂടുതൽ acidic HBr-നേക്കാളും. And the first statement is wrong. Second, bond energy of HI is smaller. HI-യുടെ bond energy കുറവാ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം. അത് ശരിയാ. And you get option D. നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്. യെസ് യെസ് യെസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആഷിന് ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഐസോ സ്ട്രക്ചറലിന്റെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഐസോ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രക്ചേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ ഐസോ സ്ട്രക്ചറൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഐസോ സ്ട്രക്ചറൽ ദേ ഷുഡ് ഹാവ് സെയിം നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ആൻഡ് ബോണ്ട് പെയേഴ്സ്. ലോൺ പെയറും ബോണ്ട് പെയറും സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഐസോ സ്ട്രക്ചറൽ എന്ന പേര് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. റെഡി? യെസ്. അപ്പൊ ഇതിൽ എന്തായിരുന്നു ഡൗട്ട്? നേരത്തെ ചോദിച്ചിരിക്കുന്ന ഡൗട്ട് ഐസോ സ്ട്രക്ചറൽ ആണ്. ഏതോ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ്. ഞാൻ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഐ എം ടേക്കിംഗ്, ലെറ്റ് us say we have ClO3 minus and we have XeO3. ശ്രദ്ധിച്ചോ? ക്ലോറിൻ ClO3 minus. ക്ലോറിൻ 17th ഗ്രൂപ്പ് ആണ്. There are 7 valence electron. ClO3 minusൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. Now there are 8. ശരിയല്ലേ? You consider xenon, which is an 18th group. There are 8 valence electrons. And now they seem similar. They have got same number of valence electrons. ഇനി ആലോചിച്ച് നോക്കാം, 3 ഓക്സിജൻ, അത് രണ്ടിലും ഒരുപോലെയല്ലേ? And there is a lone pair. And now they are isostructural because they have got same number of lone pairs and bond pairs. You compare this with CH4. CH4 ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം CH4ന് ലോൺ പെയർ ഇല്ല, ടെട്രാഹെഡ്രൽ ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Whenever you have same number of lone pairs and bond pairs, then you can call them isostructural. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾ xenon ഫ്ലൂറൈഡുകൾ ശ്രദ്ധിക്കണം. xenonന്റെ കോമ്പൗണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് പറയാൻ. റെഡി? റെഡി? So do you have any other doubt? This is about the session. So for our P block elements. So for P block elements, we are discussing some of these questions. ഇതിൽ ഇനിയും questions, ഒരുപാട് questions apply ചെയ്യാൻ വേണ്ടി കഴിയും. But make sure that you study all the reactions, you study all the equations. അത് കഴിഞ്ഞ് assertion reason വരുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. What is this 7.38? Is that a problem? I should find it then. Where is it? Okay. I got the question. Give the formula and describe the structure of the noble gas species which is isostructural with, right? That is the question. അതായത് നമ്മുടെ ആഷ്വിൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നേ. അതായത് ഞാൻ 7.38 ഞാൻ ഒന്ന് നോക്കുകയാണ്. Give the formula and describe the structure of the noble gas species which is isostructural with. ICl4 മൈനസുമായിട്ട് അതേ സ്ട്രക്ചർ വരുന്ന നോബിൾ ഗ്യാസിന്റെ കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ. ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതിന്റെ ലോൺ പെയറും ബോണ്ട് പെയറും കണ്ടുപിടിച്ചേക്കണം. അയോഡിൻ എന്ന് പറഞ്ഞാൽ 7 ആണ് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ. പക്ഷെ ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോഴേക്കും ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ടോട്ടൽ 8 ഇലക്ട്രോണുകളായി. ഇനി നിങ്ങൾ ആലോചിക്ക്, 8 ഇലക്ട്രോണുകൾ നിങ്ങൾ കാണിക്കുക.
അതില് ക്ലോറിൻ മോണോവാലന്റ്. 4 ബോണ്ട് പോയാൽ തന്നെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 2 ലോൺ പെയറും 4 ബോണ്ട് പെയറും. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോരുത്തരായിട്ട് സെനോണിന്റെ കോമ്പൗണ്ടുകൾ എടുക്കുമ്പോൾ സെനോണിന് ശരിക്കും 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അതില് Cl എടുത്തോ അല്ലെങ്കിൽ ഫ്ലൂറിൻ എടുത്തോ. സി ദിസ് ഈസ് XeF4. അതേപോലെ ക്ലോറിന്റെ പകരം ഫ്ലൂറിൻ ആക്കി. അതാണല്ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലോറിൻ എടുത്ത പ്രശ്നമൊന്നുമില്ല. കിട്ടിയില്ലേ? എടാ മനസ്സിലായോ? 2 ലോൺ പേരും 4 ബോണ്ട് പേരും. ഐസോസ്ട്രക്ചറൽ ടോട്ടൽ 6 പേരുണ്ട്. ബട്ട് നൗ ദാറ്റ് വിൽ ബി planar because there are 2 lone pairs. 2 ലോൺ പെയർസ് ഉണ്ട്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കോമ്പൗണ്ട് IBr2- ആണ് എന്ന് പറഞ്ഞാൽ 8 + 2/2. ടോട്ടൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടല്ലോ. I 7 ഇലക്ട്രോൺ ആണ്. മൈനസ് വരുമ്പോഴേക്ക് 8 ഇലക്ട്രോൺ ആയി. സെനോണിനെ പോലെ സെനോണിനും 8 ഇലക്ട്രോൺ ആയി. എന്നിട്ട് ഇവിടെ 2 ബ്രോമിൻ കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇവിടെ 2 ഫ്ലൂറിൻ കൊടുക്ക്. കിട്ടിയില്ലേ? യു ഗെറ്റ് XeF2. എടാ ദിസ് ഈസ് ഈസി. ബ്രോമിൻ കൊടുക്കാം. ടെക്സ്റ്റില് ഹാലജന്റെ തന്നിരിക്കുന്നത് ഫ്ലൂറിൻ ആണ്. അതുകൊണ്ട് 2 ബ്രോമിന് പകരം 2 ഫ്ലൂറിൻ കൊടുത്തു. I- എന്ന് പറഞ്ഞ 8 ഇലക്ട്രോൺ ആയില്ലേ? സോ ദാറ്റ് ഈസ് സെനോൺ. ഞാൻ മനസ്സിലായി. ആക്ഷൻ അത് മനസ്സിലായി. ദാറ്റ് ഈസ് ദ കേസ്. ഇതാണ് നിങ്ങൾ പി ബ്ലോക്ക് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലായോ? വേറെന്താ ഡൗട്ടുകൾ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ 18th ഗ്രൂപ്പിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ 18th ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് കുറവാണ്. വാണ്ടർവാൾ ഇക്വേഷൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ XePtF6 അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അറിയണം. ഇവരുടെ സ്ട്രക്ചർ നിർബന്ധമായിട്ടും 18th ഗ്രൂപ്പിൽ വെച്ച് നിങ്ങൾ പഠിക്കണം. 17th ഗ്രൂപ്പില് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് സ്ട്രക്ചർ ചോദിക്കാം. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ക്ലോറിന്റെ റിയാക്ഷൻ ആണ്. ക്ലോറിൻ എങ്ങനെയാ പ്രിപ്പയർ ചെയ്തത്, അതിന്റെ പ്രോപ്പർട്ടിയും അതിന്റെ റിയാക്ഷനും ചോദിക്കാം. ഓക്കെ. 16th ഗ്രൂപ്പിൽ വരുമ്പോ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ H2SO4ന്റെ റിയാക്ഷൻ ചോദിക്കാം. ഓസോൺ, ഓക്സിജൻ അവരുടെ പ്രിപ്പറേഷൻസ് ചോദിക്കാം. 15th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നൈട്രജൻ, അമോണിയ, നൈട്രിക് ആസിഡ്. കേട്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകൂടി നിങ്ങൾ NCERT ഇരുന്ന് വായിക്കണം. അപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. ഹോപ്പ്ഫുള്ളി ദി എക്സാം വിൽ ബി വെരി സിമ്പിൾ. ഒരുപാട് ടെൻഷൻ ആവരുത്. യു ഹാവ് ടു തിങ്ക്. നന്നായിട്ട് ആലോചിച്ചിട്ട് എഴുതണം, എസ്പെഷ്യലി അസേർഷൻ റീസൺ. So anyway, that's about the session for today. This was a really nice session. I enjoyed. You were so responsive. You were responding in a very good manner. So keep the spirit up. Wish you all the very success. അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റും. Don't worry. That's about the session. So we wind up here.